ഈ ഒരു സഭയിൽ നന്ദാത്മജാനന്ദ സ്വാമികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്വാമിജി ശ്രീരാമകൃഷ്ണ മഠത്തിലെ സന്യാസി ശ്രേഷ്ഠനാണ്. പല കേന്ദ്രങ്ങളിൽ സേവ ചെയ്ത് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തൃശ്ശൂരിലാണ്. ശ്രീരാമകൃഷ്ണ മഠത്തിൻ്റെ പൂങ്കുന്നം ശാഖയുടെ മഠാധിപതിയാണ്. അതിലുപരി നമ്മെ സംബന്ധിച്ച് മലയാളത്തിലെ ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഇന്ന് നിലനിൽക്കുന്ന ആദ്യത്തെ, അതിനു മുമ്പ് ചില പരിശ്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മാസിക വിഷയത്തിൽ, പക്ഷേ നിലനിൽക്കുന്ന ഏറ്റവും പഴയ ആധ്യാത്മിക സാംസ്കാരിക മാസിക പ്രബുദ്ധ കേരളമാണ്. പ്രബുദ്ധ കേരളത്തിൻ്റെ എഡിറ്ററാണ് സ്വാമിജി. അതുപോലെ വളരെ വ്യാപകമായി സനാതനധർമ്മ പ്രവർത്തനങ്ങളിൽ, വേദാന്ത ആശയ പ്രചരണങ്ങളിൽ വളരെയധികം ശക്തമായി വ്യാപരിക്കുന്നു. അതിനേക്കാളൊക്കെ എടുത്തു പറയേണ്ടത് കേരളത്തിൽ എല്ലാ ആശ്രമങ്ങളുമായിട്ടും എല്ലാ സന്യാസിമാരുമായിട്ടും ഊഷ്മളമായ ഗാഢമായ ബന്ധം നിലനിർത്തിക്കൊണ്ടാണ് സ്വാമിജി പ്രവർത്തിക്കുന്നത്. പിന്നെ നല്ലൊരു ചിത്രകാരനാണ്. നല്ല ചിത്രകാരൻ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, പെട്ടെന്ന് ചിത്രം വരയ്ക്കുക. അതാണ് നമ്മൾ പ്രത്യേകിച്ച് നല്ല ചിത്രം വരയ്ക്കുന്ന പലരെയും കണ്ടിട്ടുണ്ട്. പക്ഷെ പെട്ടെന്നെന്ന് പറഞ്ഞാൽ വെറും 3 മിനിറ്റ് കൊണ്ട് ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ സ്വാമിജി വരയ്ക്കും. ഏതായാലും വളരെ വളരെ സന്തോഷം. ഈ ഒരു കാര്യപരിപാടിക്ക് ക്ഷണിച്ചപ്പോൾ തീർച്ചയായിട്ടും മാസികയുടെ പ്രകാശനവും മറ്റ് കാര്യപരിപാടികളൊക്കെ ആയിട്ട് ഒട്ടനവധി തിരക്കുണ്ടെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ വന്നു, നേരത്തെ തന്നെ എത്തി. ആ ഒരു സ്നേഹത്തെ നമ്മളെല്ലാം ആദരിക്കുന്നു. എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കട്ടെ. മുഖം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപ തമഹം വന്ദേ പരമാനന്ദമാധവം. ഓം സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ഇവിടെ ഉപവിഷ്ടരായിരിക്കുന്ന സന്യാസി ശ്രേഷ്ഠരുടെ മുമ്പിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ഈ കൂട്ടായ്മയിൽ ഭാഗഭാക്കായിരിക്കുന്ന ഭക്തജനങ്ങൾക്കും ജിജ്ഞാസുക്കൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയുടെ 5-ാം അധ്യായം സന്യാസയോഗം, കർമ്മസന്യാസയോഗം ആണ് ഇവിടെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 27ഉം 28ഉം ശ്ലോകങ്ങളെയാണ് ഞാനിവിടെ പറയേണ്ടതായിട്ടുള്ളത്. ഭഗവത്ഗീതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ആമുഖവും ശങ്കര ഭഗവത്പാദർ നൽകിയിട്ടുള്ള വ്യാഖ്യാനങ്ങളും പ്രത്യേകിച്ച് ഭാഷ്യം, അതൊക്കെ ഇവിടെ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. എങ്കിലും ശങ്കരാചാര്യസ്വാമികൾ ഭഗവത്ഗീതയെ വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം പറയുന്നത് ഇവിടെ ഉത്തമമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആചാര്യസ്വാമികൾ ഭഗവത്ഗീതയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എന്നാണ്. അതിൽ നിന്ന് തന്നെ
എല്ലാം വ്യക്തമാണ്. അങ്ങനെയുള്ളൊരു ഗ്രന്ഥത്തെയാണ് നമ്മളിവിടെ, പ്രത്യേകിച്ച് ആചാര്യസ്വാമികൾ അത്തരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥത്തെയാണ് നമ്മൾ മനനവിധേയമാക്കുന്നത് എന്നത് വളരെ ആകുലതയോടുകൂടിയാണ് ആ ഒരു കാര്യത്തെ നമ്മൾ സമീപിക്കേണ്ടത്. എങ്ങനെ വേണം എന്നുള്ളത് വളരെ ഭക്തി ബഹുമാനങ്ങളോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാനിവിടെ സ്വയം തിരിച്ചറിയുകയാണ്. അങ്ങനെയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. മാത്രമല്ല, ഈ ഭഗവത്ഗീതയുടെ പരിവർത്തന ശക്തി ഏതൊരു ജീവനെയും പരിവർത്തനം ചെയ്യാനുള്ള അതിൻ്റെ ശക്തി അപാരമാണ്. നോക്കൂ, വിവേകാനന്ദ സ്വാമികൾ പരിവ്രാജക യാത്രയിൽ കൊണ്ടു നടന്ന ഒരു പുസ്തകമാണ് ഭഗവത്ഗീത. ഒന്ന് ഓർക്കണം, ഈ പരിവ്രാജക യാത്ര എന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് 2 ദിവസം 3 ദിവസത്തെ കൂടുതൽ താമസിക്കാൻ പാടില്ല. ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് കൂടി വന്ന ഒരു ജോഡി ഡ്രസ്സും കൂടി, അതും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇങ്ങനെയാണ് വിവേകാനന്ദ സ്വാമികൾ ഏകദേശം 5 വർഷത്തോളം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് ഈ ഭാരതത്തെ പഠിക്കുകയും ഈ ഭാരതത്തിൻ്റെ സത്തയെ മനസ്സിലാക്കുകയും ചെയ്തു. നിരവധി സന്യാസിമാർ, നിരവധി സാധകർ ഇത്തരത്തിലുള്ള സാധനകളിൽ ഏർപ്പെടുന്നുണ്ട്, പരിവ്രാജക യാത്രകൾ. അപ്പം ആ സമയത്ത് അടുത്ത നേരത്തെ ഭക്ഷണം എവിടെ നിന്ന് കിട്ടുക എന്നത് പോലും, അതുപോലും കിട്ടുമോ കിട്ടില്ലയോ എന്നുപോലും അറിയാൻ വയ്യാത്തൊരു സാഹചര്യം നമുക്ക് ഊഹിച്ചെടുക്കാൻ സാധിക്കും. അടുത്ത ദിവസം അടുത്ത നേരത്തെ ഭക്ഷണത്തിന് എവിടെയാണ് ആ ഭക്ഷണം അദ്ദേഹത്തിന് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് സ്വാമിജിക്ക് അറിയില്ല. അങ്ങനൊരു സാഹചര്യത്തിൽ ഏത് വെല്ലുവിളികളെയാണ് ഏറ്റെടുക്കേണ്ടി വരിക, ഏത് സാഹചര്യങ്ങളോടാണ് പൊരുത്തപ്പെടേണ്ടി വരിക. സന്യാസത്തെയൊക്കെ ബഹുമാനിക്കുന്നവർ കുറേ പേരുണ്ടാവാം, ഈ സംസ്കാരത്തെ അതുപോലെ തന്നെ നിഷേധിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് എത്തപ്പെടുക എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പം ആ ഒരു വെല്ലുവിളികളെയും സാഹചര്യങ്ങളെയൊക്കെ നേരിടുവാൻ സ്വാമിജിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പുസ്തകമായിരുന്നു ശ്രീമദ് ഭഗവത്ഗീത. ഈ ഒരു കരുത്തുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ഗീതയെപ്പറ്റി, ആ കരുത്തുകൊണ്ടാണ് ഞാൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്ന്. അപ്പം അതായത് നമുക്ക് ഇത്തരം പ്രത്യേകിച്ച് ശങ്കരാചാര്യ സ്വാമികളുടെ വിശദീകരണം, വിവേകാനന്ദ സ്വാമികളുടെ ആ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലുള്ള ആ ഒരു മാർഗദർശനം, ഇതൊക്കെ ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ ഗീതയ്ക്ക് ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ ആധ്യാത്മികതയുടെ മുഴുവൻ ഒരു അകക്കാമ്പായിട്ട് കാണാൻ സാധിക്കുന്നത് പ്യൂരിറ്റി ആൻഡ് റിനൗൺസിയേഷനാണ്. വിവേകാനന്ദ സ്വാമി പറയുന്നുണ്ട്, പ്യൂരിറ്റി ആൻഡ് റിനൗൺസിയേഷൻ, ത്യാഗം, ത്യാഗേനയെ അമൃതത്വമാനശു, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ ഗീത എന്ന് പറയുന്നത് ത്യാഗത്തിലേക്കാണ് നയിക്കുക. ഗീത 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 എന്നിങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ എന്താ, ഇത് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ കാര്യമാണ്. അത് അവസാനം എന്തായാലും ത്യാഗി 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 എന്നാവും. ഇത് തന്നെയാണ് ഗീത എന്ന് പറഞ്ഞാൽ, ത്യാഗമാണ്. ത്യാഗമെന്ന് പറയുന്ന സന്ദേശത്തെയാണ്, കേൾക്കാലോ അല്ലേ എല്ലാവർക്കും കേൾക്കാലോ? ത്യാഗമെന്ന ആ വലിയ അമൂല്യ സന്ദേശത്തെയാണ് ഭഗവത്ഗീത ജീവിതമായി പകർന്നു തരുന്നത് എന്ന് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞതും കൂടി ഞാനിവിടെ അതിനോട് ചേർത്ത് വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇതിൻ്റെ ഒരു ഘടന, ഭഗവത്ഗീതയുടെ ഘടന, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാനിവിടെ പറയുന്നത്.
ഒരു 18 അധ്യായങ്ങളാണ് ആ ഗീതയ്ക്കുള്ളത്. അതിൽ ആദ്യത്തെ 9 അധ്യായങ്ങളെ തത്വങ്ങളായിട്ടും അടുത്ത 9 അധ്യായങ്ങളെ അതിൻ്റെ അനുഷ്ഠാനമായിട്ടും ആണ് പൊതുവെ ആചാര്യന്മാർ വിശദീകരിക്കാറുള്ളത്. തത്വവും അതിൻ്റെ അനുഷ്ഠാനം. അപ്പം അതിനെ ഒരു വളച്ചുവാതിൽ എന്ന നിലയിൽ കാണാറുണ്ട്. അതായത് പ്രത്യേകിച്ചും 2-ാം അധ്യായത്തിൽ ഈ ഗീത തുടങ്ങുന്നത് തന്നെ ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം എന്നുള്ള ഒരു വചനത്തിലൂടെയാണ് അതിൻ്റെ ഒരു നമ്മൾ അതിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ ഉപദേശങ്ങൾ കൃത്യമായ രീതിയിൽ തുടങ്ങുന്നത് ഈ 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തോടു കൂടിയാണ്. ശിഷ്യസ്തേഹം ശാതിമാം ത്വാം പ്രപന്നം, ഞാൻ അങ്ങയുടെ മുമ്പിൽ ശിഷ്യനായിത്തീരുന്നു എന്നുള്ള ആ ഒരു എളിമ, ആ ഒരു വിനയം ശിഷ്യൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിക്കും, അർജുനൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിക്കുന്നു. അതോടുകൂടിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവ് തൻ്റെ അറിവുകളെ ശിഷ്യനിലേക്ക് പകർന്നു കൊടുക്കുവാൻ ആരംഭിക്കുന്നത്. ഈ ഒരു അറിവിൻ്റെ ആ ഒരു വിതരണം അത് 9-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ അത്യുച്ഛാവസ്ഥയിലെത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 9-ാമത്തെ അധ്യായത്തിൽ വരും ആ ഒത്ത നടുക്ക്. ആ 9-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകത്തിലാണ് അതിൻ്റെ ഗീതയുടെ ഏറ്റവും മനോഹരമായ ആ മകുടമണി കോർത്ത് വെച്ചിരിക്കുന്നത്. മന്മനാഭവ, മനുഷ്യരാശിയോട് ശ്രീകൃഷ്ണൻ്റെ സന്ദേശം, ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശമായിട്ട് കരുതാവുന്ന ഒരു ശ്ലോകമാണത്. ആ ഒരു സന്ദേശത്തെയാണ് മനുഷ്യരാശിക്ക് മുഴുവൻ ഗീതയിലൂടെ ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു നൽകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പരിപൂർണ സമർപ്പണമാണ്. ശിഷ്യൻ്റെ പരിപൂർണ സമർപ്പണമാണ്. ഞാൻ ജീവിതയാത്രയിൽ പരിപൂർണമായും തളർന്നു പോയിരിക്കുന്നു കൃഷ്ണ, എനിക്കിനി ഒരടി പോലും മുന്നോട്ട് പോകാനാവില്ല എന്നുള്ള നിലയിലുള്ള ഒരു ഭാവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നു. പൂർണ്ണ സമർപ്പണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ ജീവിതമായിട്ട് നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ തളർന്നു പോകുന്ന നിരവധി ഘട്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പം വിദ്യാർത്ഥികളാണെങ്കിലും ഗൃഹസ്ഥരായിട്ട് ജീവിക്കുന്ന ആളുകളാണെങ്കിലും എല്ലാവരും ഇത്തരത്തിലുള്ള വെല്ലുവിളികളുടെ മുമ്പിൽ ഭയപ്പാടോടുകൂടി തളർന്നു പോകുന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട്. അവിടെയാണ് ഉണർവ് സംഭവിക്കേണ്ടത്. ഉണർവിനുള്ള സാധ്യത, ഒരു ജീവൻ്റെ ഉണർവിനുള്ള സാധ്യതയും അവിടെയാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ അടുത്ത് വരുന്ന ആശ്രമത്തിലേക്ക് വരുന്ന പല ഭക്തന്മാർ, അവരുടെയൊക്കെ ജീവിതത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പെട്ടെന്ന് അവരറിയുകയാണ് ക്യാൻസറാണ്, അവസാന സ്റ്റേജാണ്, ആകെ തകർന്ന് തരിപ്പണ. ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ എത്ര സന്തോഷത്തോടു കൂടി തലേന്ന് വർത്തമാനം പറഞ്ഞു പോയവരാണ്. പിറ്റേന്ന് ഒന്നിനും ആവാതെ. നോക്കൂ, ഇനിയിപ്പോൾ സമൂഹത്തിൽ തന്നെ ഒരു എത്ര പെർസെൻറ്റ് ക്യാൻസർ ബാധിതരാണ്. അത് ഒന്ന് കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ. ഈയിടെ ഒരു യൂണിവേഴ്സിറ്റിയിലൊരു അധ്യാപിക, അവർ ഏതാണ്ട് 27ഓളം പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു അധ്യാപികയാണ്. അവരെ എല്ലാവരും അസൂയോടുകൂടിയാണ് നോക്കിയിരുന്നത്. കാരണം എല്ലായിടത്തും സെമിനാർ എടുക്കാൻ പോകുന്നു, അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നതിൽ അവർ വിദഗ്ധയായിരുന്നു. അതുപോലെ 27ലധികം പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു. ആകെ തകർന്നു പോയി. അവര് സർവീസിലിരിക്കുന്ന ഒരു ടീച്ചറാണെന്ന് ഓർക്കണം. ഒരു മരിച്ചൊരു വ്യക്തി എങ്ങനെയായിരിക്കും, ഒരു മരണത്തോട് മല്ലടിക്കുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കും, ആ രീതിയിലുള്ള പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുനിന്ന് കാണാനിടയത്. അപ്പം ഞാനിത് ഓർത്തു. ഈ അർജുനൻ കൃഷ്ണൻ്റെ മുമ്പിൽ
ഞാൻ ജീവിതത്തിന് മുമ്പിൽ തോറ്റുപോയിരിക്കുന്നു കൃഷ്ണ. അതുവരെ കൃഷ്ണനെ സുഹൃത്തായിട്ട് കണ്ടുകൊണ്ടിരുന്നതാണ്. ശിഷ്യസ്തേഹം സാധിമാം ത്വാം പ്രപന്നം. മനുഷ്യരാശിയുടെ മുമ്പിൽ കൃഷ്ണൻ വെക്കുന്ന വലിയൊരു സന്ദേശമാണിത്. നമ്മളൊക്കെയും തളർന്നു പോകുന്ന, ജീവിതായോധനത്തിൽ തളർന്നു പോകുന്ന ഘട്ടങ്ങളുണ്ടാവും. അതിനെയാണ് അർജുനൻ്റെ വിഷാദയോഗമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നിട്ട് അവസാനം എന്താണ് അർജുനൻ പറയുന്നത്? 18-ാമത്തെ അധ്യായത്തിൽ 73-ാമത്തെ ശ്ലോകത്തിൽ ഈ ഗീതയുടെ ഒരു പരിസമാപ്തി കാണാൻ സാധിക്കും. നഷ്ടോ മോഹ സ്മൃതിർലബ്ധ ത്വത്പ്രസാദാൻ മയാച്യുത സിതോസ്മി ഗത സന്ദേഹ കരിഷ്യേ വചനം തവ. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിരിക്കും. ഞാൻ എന്തിനും തയ്യാറായിട്ടാണ് കൃഷ്ണ അങ്ങയുടെ മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും എന്നുള്ള ഏകദേശ അർത്ഥമാണ് അതിനുള്ളത്. നോക്കൂ, ഈ ഒരു കരുത്തിലേക്കാണ് അർജുനനെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പം ഇത് മനുഷ്യരാശിക്ക് മുഴുവൻ വലിയൊരു അമൂല്യ സമ്പത്താണിത്. നമുക്ക് ഒരു മരിക്കാൻ കിടക്കുന്ന ഒരാളെ എഴുന്നേൽപ്പിച്ചു വിടുന്ന ഒരു 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 എന്താ പറയുക, ആ കരുത്ത് ഈ സന്ദേശങ്ങളിലുണ്ട്. ആ സന്ദേശത്തിൻ്റെ അതിൻ്റെ ഏറ്റവും മകുടമണിയായിട്ടാണ് ഇതിനെ നമുക്ക് കാണേണ്ടത്. 9-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകത്തിലാണുള്ളത്. മന്മനാഭവ. എന്താണ് കൃഷ്ണൻ മനുഷ്യരാശിയോട് പറയുന്നത്? അല്ലയോ അർജുന, നീ എൻ്റെ മനസ്സോടു കൂടിയവനായിത്തീരുക. ഇതാണ് പരിഹാരം. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? കൃഷ്ണൻ്റെ മനസ്സോടു കൂടിയവനായിത്തീരുക എന്നുള്ളതാണ്. കൃഷ്ണനെ നോക്കുക. കൃഷ്ണൻ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവാണ്. ആ കൃഷ്ണനുമായിട്ട് താതാത്മ്യപ്പെടുവാനാണ്, ഞാനുമായിട്ട് താതാത്മ്യപ്പെടാനാണ് ശ്രീകൃഷ്ണൻ മനുഷ്യരാശിയോട് പറയുന്നത്. അവിടെ കൃഷ്ണൻ പറയുന്നുണ്ട്, അത് 7-ാമത്തെ ശ്ലോകത്തിൽ, 7-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകം. മത്ത പരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മൈ സർവമിതം പ്രോതം സൂത്രേ മണികണായി. എല്ലാ ജീവികളിലും, ചരങ്ങളിലും അചരങ്ങളിലും എല്ലാം അതിൻ്റെ പശ്ചാത്തലമായും ഒക്കെ ഞാൻ നിലകൊള്ളുന്നു എന്നുള്ള ഒരർത്ഥത്തിലാണ് നമ്മളതിനെ ഏകദേശം കാണേണ്ടത്. അപ്പോൾ ആ ഒരു സ്വഭാവത്തിലേക്കാണ് നമ്മളൊക്കെയും ആദർശമായിട്ട് എടുത്തുകൊണ്ട് നടന്നു കയറേണ്ടത്. ഇതൊക്കെ ഞാൻ ഇത്രയും ഒന്ന് ഒരു ആമുഖമായിട്ട് പറഞ്ഞു വെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യത്തെ 9 അധ്യായങ്ങളെ പറ്റി പറഞ്ഞു, തത്വങ്ങൾ. പിന്നീടാണ് അതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാം എന്നുള്ള രീതിയിൽ അനുഷ്ഠാനത്തിൻ്റെ പദ്ധതിയായിട്ട് നമുക്ക് അടുത്ത 9 അധ്യായങ്ങളെ കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ 5-ാമത്തെ അധ്യായമാണ് നമുക്കിപ്പോൾ മനനവിധേയമാക്കേണ്ടതുള്ളത്. സന്യാസയോഗം, കർമ്മസന്യാസയോഗം ആണ് അതിൻ്റെ പേര്. അതിൽ 27-28 ശ്ലോകങ്ങൾ. തത്വജ്ഞാനത്തിന് അന്തരംഗ സാധനമായ ധ്യാനയോഗത്തെ വിശദമാക്കുന്ന 2 ശ്ലോകങ്ങളാണ്. തത്വജ്ഞാനത്തിന് അന്തരംഗ സാധനമായ ധ്യാനയോഗത്തെ വിശദമാക്കുന്ന 2 ശ്ലോകങ്ങളാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത അധ്യായം ആയിട്ട് വരാൻ പോകുന്നത് 6-ാമത്തെ അധ്യായമാണ്, ധ്യാനയോഗമാണ്. അപ്പം ആ ധ്യാനയോഗത്തിന് മുന്നോടിയാണിത്. ഇത് ധ്യാനത്തിന് ആവശ്യമായൊരു ശിക്ഷണം എന്നുള്ള നിലയിൽ കൊടുക്കുന്ന ഒരു പ്രാരംഭ ശ്ലോകങ്ങളായിട്ട് ഇതിനെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു ചുരുക്കെഴുത്താണ് എന്ന് പറയാൻ സാധിക്കും. ഈ 6-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ചുരുക്കെഴുത്താണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും ഈ 5-ാമത്തെ അധ്യായത്തിന് മുമ്പ് എന്തു പറഞ്ഞു എന്നുള്ളതും കൂടി നമ്മൾ ഓർത്തെടുക്കേണ്ടതുണ്ട്. കഴിഞ്ഞ അധ്യായത്തിൽ, 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് കർമ്മസന്യാസത്തെയാണ്. അപ്പോൾ ആ കർമ്മസന്യാസത്തെ പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ 5-ാമത്തെ അധ്യായത്തിൽ ഇത്തരത്തിലുള്ള ശ്ലോകത്തോടു കൂടി 5-ാമത്തെ അധ്യായം അവസാനിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെന്തിനുള്ളൊരു സന്ദേശമാണ്? ധ്യാനയോഗം വിശദമാക്കുന്ന ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കർമ്മസന്യാസത്തിലിരിക്കുന്നവൻ തൻ്റെ ജ്ഞാനത്തെ ലോകയാത്രയിൽ ദൃഢപ്പെടുത്തേണ്ട വഴി ഈ അധ്യായത്തിൽ വെട്ടിത്തെളിച്ച് തരികയാണ്.
കർമ്മസന്യാസത്തിലിരിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ജ്ഞാനത്തെ ലോകയാത്രയിൽ ദൃഢപ്പെടുത്തേണ്ട ഒരു വഴിയെ ഈ അധ്യായത്തിലൂടെ കാട്ടിത്തരികയാണ്. ഞാൻ ഇനി ആവർത്തിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ സന്ദേശത്തെ നമ്മുടെ മുമ്പിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് ഈ 2 ശ്ലോകങ്ങളിലൂടെ വെക്കുകയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ജീവനിലെ അപാരമായ സാധ്യതകളാണ്. നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോഴാണ് ഇതിന് കൂടുതൽ പ്രായോഗികത കൈവരുന്നത്. ഒരു ജീവനിൽ ഇത്രമാത്രം സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. വിവേകാനന്ദ സ്വാമികളിലൊക്കെ ഈ ഒരു സാധ്യതയെ പറ്റിയാണ് ലോകത്തോട് വാചാലനായത്. ഈ സാധ്യതയെപ്പറ്റി കേട്ടപ്പോഴാണ് പാശ്ചാത്യര് അതിൽ ഇത്രയും ആകൃഷ്ടരായത്. ഒരു മനുഷ്യനിൽ ഇത്രയും സാധ്യതയുണ്ടോ? എൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു കൊച്ചുകുട്ടിയിൽ പോലും ഇത്രയും ഗംഭീരമായ സാധ്യതകളാണുള്ളത്. അതാണ് ഉപനിഷത്ത് പറയുന്നത്, അല്ലെങ്കിൽ ഗീതയിലൂടെ ഉദ്ബോധിപ്പിക്കപ്പെടുന്നത് ഈ ഒരു കാര്യമാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ശ്ലോകങ്ങളെയാണ് നമ്മളിവിടെ ജീവൻ്റെ സാധ്യതകളെ വിശദീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മപ്രധാനമായ 2 ശ്ലോകങ്ങളെയാണ് ഇവിടെ നമുക്ക് മനനം ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇതിന് ഒരു പശ്ചാത്തലമുണ്ട്. ഈ 2 ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നതിന് മുമ്പ് ഇത് ഇപ്രകാരം വിശദീകരിക്കപ്പെടുന്നതിന് പശ്ചാത്തലമായിട്ടുള്ള ചില കാര്യങ്ങളെയും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ 16ഉം 17ഉം ശ്ലോകങ്ങൾ ഒന്ന് നോക്കുക. 5-ാമത്തെ അധ്യായത്തിൽ 16ഉം 17ഉം ശ്ലോകങ്ങൾ. എല്ലാവരുടെയും ആ പുസ്തകം ഉണ്ടെന്ന് വിചാരിക്കുന്നു. 16ഉം 17ഉം ശ്ലോകങ്ങൾ. ഇങ്ങനെയാണ്: ജ്ഞാനേന തു തജ്ഞാനം യേഷാം നാശിതമാത്മനഃ തേഷാം ആദിത്യവജ്ഞാനം പ്രകാശയതി തത്പരം തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാസ്തത്പരായണാഃ ഗച്ഛന്തി അപുനരാവൃത്തിം ജ്ഞാനനിർധൂതകൽമഷാഃ. ഞാൻ എൻ്റെ അർത്ഥം വായിക്കാം. ആത്മജ്ഞാനം കൊണ്ട് അജ്ഞാനമകറ്റുന്നവരുടെ ആ ജ്ഞാനം സൂര്യൻ ഇരുട്ടിനെ അകറ്റി വസ്തുതകളെ പ്രകാശിപ്പിക്കുന്നത് പോലെ പരമമായ ബ്രഹ്മതത്വത്തെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇനിയും ആ പരബ്രഹ്മത്തിൽ ബുദ്ധി ഉറപ്പിച്ചവരും താൻ സ്വയം ആ ബ്രഹ്മം തന്നെ എന്ന് സദാ അനുഭവിക്കുന്നവരും ആ ബ്രഹ്മത്തിൽ തന്നെ ആനന്ദിക്കുന്നവരും ജീവിത ലക്ഷ്യം ബ്രഹ്മപ്രാപ്തിയാണെന്ന് ഉറച്ചവരും വസ്തുബോധത്താൽ ഭേദചിന്തകൾ എന്ന പാപത്തെ ദൂരീകരിച്ചവരും പുനരാവൃത്തിയില്ലാത്ത ബ്രഹ്മസ്വരൂപത്തെ തന്നെ പ്രാപിക്കുന്നു. ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതായ കാര്യം, സമ്പൂർണമായിട്ടും പരമാത്മാവിൽ ഒരു ജീവൻ ലയിക്കുന്ന ഒരു തലത്തെയാണ് നമ്മളിവിടെ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഒരു ജീവൻ സമ്പൂർണമായി പരമാത്മാവുമായിട്ട് താതാത്മ്യപ്പെടുന്ന ഒരു തലമുണ്ടല്ലോ, അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് 16-17 ശ്ലോകങ്ങളിലൂടെ. അങ്ങനെ താതാത്മ്യപ്പെടുമ്പോൾ ആ ജീവൻ പുനരാവൃത്തിയില്ലാത്ത ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ഇതാണ് പുനരാവൃത്തിയില്ലാത്ത ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം ഈ ജ്ഞാനത്തിൻ്റെ സ്വരൂപമായിട്ട് 2 വാചകങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാസ്തത്പരായണാഃ. സമ്പൂർണമായും പരമാത്മാവിലേക്ക് താതാത്മ്യപ്പെടുന്ന ഒരു തലത്തെയാണ്, ഒരു ഭാവത്തെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ജീവൻ സമ്പൂർണമായിട്ടും പരമാത്മാവിലേക്ക് ലയിക്കുന്നതാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ സ്വരൂപം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അതാണ് ഈ 16ഉം 17ഉം ശ്ലോകങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനിയും ഈ 18 മുതൽ 26 വരെയുള്ള ഇവിടെ, അതായത് 5-ാമത്തെ അധ്യായത്തിലെ ശ്ലോകങ്ങൾ അങ്ങനെയുള്ള അപ്രകാരം ജ്ഞാനത്തെ ആർജിച്ച ജ്ഞാനികളുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ്, അത്തരം ജ്ഞാനികളെ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ആ ജ്ഞാനികളിൽ എന്തെല്ലാം ഭാവങ്ങളാണ്
ഉണർന്നിട്ടുണ്ടാവുക എന്നതാണ് ഒരു ഒരു ആദർശമെന്ന നിലയിൽ ഇവിടെ വിശദീകരിച്ചു വെക്കുന്നത്. 18 മുതൽ 26 വരെ ജ്ഞാനികളുടെ ലക്ഷണമാണ്. അതിൽ തുടങ്ങുന്നത് തന്നെ വിദ്യാവിനയ സമ്പന്നെ ബ്രാഹ്മണേ ഗവിഹസ്തിനി എന്നുള്ള രീതിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്, ഒരു ബ്രാഹ്മണനിലും ഏതൊരു ജീവിയിലും ഒക്കെ ആ ഒരേ ഒരു സത്തയെ കാണാൻ സാധിക്കുന്ന ഒരു കണ്ണ്, ആ ഒരു കാഴ്ച ജ്ഞാനിയിലുണ്ടായിരിക്കും. അതിന് ഉദാഹരണത്തിൽ പല ജ്ഞാനികളുടെ ജീവിതത്തെ, നമ്മുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജ്ഞാനികളുടെയൊക്കെ ജീവിത ഭാവത്തെ നമുക്ക് പരിശോധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള വിശദീകരണങ്ങളെയൊക്കെ കൂടുതൽ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മുടെ ജീവിതവുമായിട്ട് കൂടുതൽ ബന്ധപ്പെടുത്തുന്ന ഒരു വിശദീകരണത്തിലേക്ക് അപ്പോൾ മാത്രമാണ് നമുക്ക് പോകാൻ സാധിക്കുക. ഇപ്പം അമ്മ ശ്രീ ശാരദാദേവിയുടെ ജീവിതം ഇത്രയും ഉയരത്തിലുള്ള ഒരു 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 വ്യക്തിത്വത്തെ നമുക്ക് ലോക ചരിത്രത്തിൽ തന്നെ വായിച്ചെടുക്കാൻ സാധിക്കുമെന്നറിയില്ല. വിവേകാനന്ദ സ്വാമികളുടെ മാർഗദർശിയായിട്ട് ഉണ്ടായിരുന്നത് അമ്മ ശ്രീ ശാരദാദേവിയാണ്. നോക്കൂ, ഈ ലോകത്തെ മുഴുവൻ ആശയങ്ങൾ കൊണ്ട് കീഴടക്കിയ വിവേകാനന്ദ സ്വാമികളുടെ മാർഗദർശി അമ്മ ശ്രീ ശാരദാദേവിയായിരുന്നു. വിവേകാനന്ദ സ്വാമികളുടെ അവസാന വാക്ക് ശാരദാദേവിയായിരുന്നു. വിദേശയാത്ര നടത്തണോ വേണ്ടായോ എന്ന് വിവേകാനന്ദ സ്വാമിക്ക് ഒരു സംശയം ഉണ്ടായി. ചിക്കാഗോ പ്രഭാഷണം വളരെ പ്രസിദ്ധമാണല്ലോ. അത് നടത്തണോ, അതിനുവേണ്ടി അങ്ങോട്ടേക്ക് പോകണമെന്നൊരു സംശയം ഉണ്ടായി. അപ്പം അന്നത്തെ കാലഘട്ടം അതാണ്. സന്യാസിമാർ കടൽ കിടക്കാൻ പാടില്ല, അവരുടെ അവരെല്ലാം ആചാരഭ്രഷ്ടരാകും എന്നൊക്കെയുള്ള രീതിയിൽ സമൂഹത്തിൽ ഉള്ള ബോധ്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലമാണ്. അപ്പോൾ ശാരദാദേവിയുടെ മറുപടി കിട്ടിയപ്പോഴാണ് വിവേകാനന്ദ സ്വാമികൾ അതിനുവേണ്ടി 1.5 മാസമാണ് ഒരു കത്തെഴുതിയിട്ട് വെയിറ്റ് ചെയ്തത്. മദ്രാസിലായിരുന്നു വിവേകാനന്ദ സ്വാമി, കൽക്കട്ടയിലായിരുന്ന അമ്മ ശ്രീ ശാരദാദേവിക്ക് ഒരു കത്തെഴുതുകയാണ്, ഞാനിങ്ങനെ പോണോ വേണ്ടായോ എന്ന്. അതിന് മറുപടി കിട്ടാൻ വേണ്ടി 1.5 മാസം കാത്തിരുന്നു. മാത്രമല്ല, വിവേകാനന്ദ സ്വാമികളുടെ നിർണായകമായ എല്ലാ ഘട്ടങ്ങളിലും മാർഗദർശനമായിട്ട് വന്നത് ശാരദാദേവിയാണ്. ആ ശാരദാദേവി ആവട്ടെ സ്കൂളിൽ പോലും പോയിട്ടില്ല, നിരക്ഷരയായിരുന്നു. അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിയാം. അതുപോലും കൃത്യമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു ഗ്രാമീണ സ്ത്രീ, അവരാണ് ഇത്രയും ഇത്രയും ഉയരത്തിലേക്ക്, ശ്രേഷ്ഠതയിലേക്ക് ആ ഒരു വ്യക്തിത്വത്തെ വികസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരെപ്പറ്റി വിവേകാനന്ദ സ്വാമി പറഞ്ഞെന്താണെന്നറിയോ? ശാരദാദേവിയുടെ ജീവിതത്തെ ഒരാളോട് ഉപമിക്കാൻ സാധിക്കില്ല. ഏതൊരു സ്ത്രീയും വായിച്ചിരിക്കേണ്ട ജീവിതമാണ് ശാരദാദേവിയുടെ ജീവിതം. ഏതൊരു സ്ത്രീയും ശാരദാദേവിയെ പറ്റി പറഞ്ഞെന്താണെന്നറിയോ? അവരുടെ ജീവിതത്തെ ഉപമിക്കാൻ സാധിക്കുമെങ്കിൽ സീതാദേവിയുടെ ജീവിതമായിട്ട് മാത്രമേ ഉപമിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതാരാണ് പറഞ്ഞത്? വിവേകാനന്ദ സ്വാമികൾ. സിസ്റ്റർ നിവേദിത, മാർഗരറ്റ് നോബിൾ, അവർ അയർലൻഡുകാരിയായിരുന്നു. അവർ പിന്നീട് സിസ്റ്റർ നിവേദിതയായി മാറി. അവർ പറയുകയാണ്, ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവന്റെ സ്നേഹം ഒരു അമൃത കുംഭത്തിൽ നിറച്ചു വെച്ചതാണ് അമ്മ ശ്രീ ശാരദാദേവി. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ട 1-2 കാര്യങ്ങളാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നത്. ഈ അമ്മ ശ്രീ ശാരദാദേവിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്, എല്ലാവിധ അമ്മയുടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് ശ്രീരാമകൃഷ്ണദേവന്റെ മഹാശിഷ്യന്മാരിൽ ഒരാളായ ശ്രീമദ് ശാരദാനന്ദ സ്വാമികളാണ്. ഈ ശാരദാനന്ദ സ്വാമികളെ അമ്മ വളരെ സ്നേഹത്തോടുകൂടി ഒരു കുട്ടി എന്നുള്ള നിലയിൽ ശരത്ത് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ശരത്തില്ലെങ്കിൽ എൻ്റെ ജീവിതയാത്ര മുട്ടിപ്പോകുമെന്ന് വരെ അമ്മ ശ്രീ ശാരദാദേവി പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ജയറാംവാടി വളരെ ഒരു ഗ്രാമമാണ്. അവിടെ ആ ഗ്രാമത്തിൽ എല്ലാവരും അമ്മേനെ കാണാൻ വേണ്ടി വരും. അമ്മ ആരെയും തടയില്ല. അമ്മയുടെ പരിചാരകരെല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ തടയുമ്പോഴും അമ്മ അതൊക്കെ തടസ്സപ്പെടുത്തിയിരുന്നു.
അതായത് അവിടെ കള്ളന്മാരും ദരിദ്രരായിട്ടുള്ള ആളുകളും പതിതരും ഒക്കെ അമ്മേനെ കാണാൻ വേണ്ടി വരികയും അമ്മ അവരെ സാന്ത്വനിപ്പിക്കുകയൊക്കെ ചെയ്യും. കള്ളന്മാർ, ആ നാട്ടിലെ ഏറ്റവും കുപ്രസിദ്ധരായ കള്ളന്മാർ വരും. അമ്മ അവർക്കൊക്കെ ആശ്വാസവും സാന്ത്വനവും പ്രസാദവും ഒക്കെ കൊടുക്കും. ഇതവിടെ ചർച്ചാ വിഷയമാണ്. അപ്പം അവിടെ ഒരു മുസ്ലിം ആയിട്ടുള്ള അംജദ് ഉണ്ട്. ആ അംജദ് അമ്മയുടെ അടുത്ത് മിക്കവാറും വരും. എന്തെങ്കിലും മോഷണമൊക്കെ നടത്തി എന്നിട്ടാണ് വരിക. ആ അമ്മയോട് പറയുകയൊക്കെ ചെയ്യും. ആ അംജദിനെ പറ്റി അമ്മ ശാരദാദേവി പറഞ്ഞെന്താ അറിയോ? ഈ ശരത്തും അംജദും എനിക്ക് ഒരുപോലെയാണ്. ഈ അംജദ് വരുമ്പോൾ ഈ പരിചാരകരെ അകത്തേക്ക് കയറ്റിവിടാൻ തടസ്സം നിൽക്കും. അപ്പം പറഞ്ഞതാണ്, നിങ്ങൾ അങ്ങനെ തടയൊന്നും വേണ്ട, എനിക്കെൻ്റെ അംജദും ശരത്തും ഒരുപോലെയാണെന്ന്. എന്നാലോചിച്ച് നോക്കുന്നു. ഒരു ജ്ഞാനിയുടെ ലക്ഷണമാണ് നമുക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല അവിടെ ഈ ഒരു ഗ്രാമമാണ് അവിടെ. ഇപ്പോഴും ആ ഗ്രാമത്തിൻ്റെ തനിമയെ നമുക്ക് കാണാൻ സാധിക്കും. ജയറാംവാടി പോയി കഴിഞ്ഞാൽ അവിടെ ഈ ആ വീട്ടിൽ പൂച്ചകളും പട്ടികളൊക്കെ ഉണ്ട്. അപ്പം അതിനെയൊക്കെ സ്വന്തം പോലെയാണ് അമ്മ കരുതിയിരുന്നത്. അതിന് ഭക്ഷണം കൊടുക്കുക. അപ്പം ഇതുണ്ടാക്കാത്ത പുല്ലാപ്പുകളില്ല. ഇപ്പം പൂച്ചകളൊക്കെ ആണെങ്കിൽ 3 മാസം കൂടുമ്പം പ്രസവിക്കും. അപ്പം വീട് നിറയെ പൂച്ചകൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പട്ടികളുണ്ട്. അപ്പോൾ ഈ ബന്ധുക്കളിൽ ഒരാൾ ദേഷ്യപ്പെട്ടിട്ട് അമ്മയോട് ചോദിച്ചു, ഇത്തിരി ദേഷ്യമല്ല, ഇത്തിരി ശബ്ദം ഉയർത്തി ചോദിച്ചു, ഈ പൂച്ചകളും പട്ടികളൊക്കെ അമ്മയുടെ മക്കളാണോ? അതെ, എൻ്റെ മക്കളാണ്. സർവരും അമ്മയുടെ മക്കളാണ്, എൻ്റെ മക്കളാണെന്നുള്ള ആ ഒരു ഉയരത്തിലായിരുന്നു അവർ ജീവിച്ചിരുന്നത്. അവർ അവസാനം പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ മനസമാധാനം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരാളുടെയും കുറ്റങ്ങൾ കാണാതിരിക്കുക. ഏറ്റവും വലിയ വേദാന്തം, പ്രായോഗിക വേദാന്തമാണ്. നമ്മൾ നാഴികയ്ക്ക് 40 വട്ടം ഏകം സദ്വിപ്ര ബഹുധാ വദന്തി എത്ര വിശ്വം ഭവത്യേകനീടം ഇതൊക്കെ പറയുന്നവരാണ്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു വസുദൈവ കുടുംബകം പറയുന്നെങ്കിൽ പ്രായോഗികമാക്കാൻ ഒറ്റ കാര്യം ജീവിതത്തിൽ അനുഷ്ഠിച്ചാൽ മതി. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണാതിരുന്നാൽ മതി. അത്രയും ചെയ്താൽ മതി. ഇത് ജീവിതത്തിൽ പ്രായോഗികമാക്കാനുള്ളൊരു വഴിയാണ്. അവർ പറയുകയാണ്, ഈ ലോകത്തിലെ ആരും നമുക്ക് അന്യരല്ല. മക്കളെ, ഈ ലോകത്തെ മുഴുവൻ സ്വന്തമാക്കാൻ പഠിക്കുക. അവരങ്ങനെയാണ് അവരുടെ സമാധി അവസാന സമയം നൽകിയ സന്ദേശം ഇതാണ്. ഈ ലോകത്തെ മുഴുവൻ സ്വന്തമാക്കാൻ പഠിക്കുക, ആരും നമുക്ക് അന്യരല്ല. ഈ ജ്ഞാനത്തിൻ്റെയൊക്കെ ഒരു പരമകാഷ്ഠയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഈ ജ്ഞാനിയുടെ ലക്ഷണമാണ് 18ാമത്തെ ശ്ലോകം മുതൽ 26ാമത്തെ ശ്ലോകം വരെ പറയുന്നത്. എന്നിട്ടാണ് ഈ 27, 28 നമ്മളിപ്പം മനനം ചെയ്യാൻ പോകുന്ന ശ്ലോകം ശ്രീകൃഷ്ണ പരമാത്മാവ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ജീവിതവുമായിട്ട് നിന്ന് റിലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് അതിൻ്റെ മൂല്യം കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാനും ബോധ്യപ്പെടാനും അതിനെ ജീവിതമാക്കി പരിവർത്തനം ചെയ്യുവാനും സാധിക്കുക. അതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ശാരദാദേവിയുടെയൊക്കെ ജീവിതം. അത് അക്ഷരം പ്രതി, ഈ ജ്ഞാനിയുടെ ലക്ഷണമൊക്കെ നമുക്ക് അക്ഷരം പ്രതി നമുക്ക് അവരുടെ ജീവിതത്തിൽ നമുക്ക് എണ്ണമിട്ട് നമുക്ക് തിട്ടപ്പെടുത്താൻ സാധിക്കുന്നതാണ്. അവരുടെ ഓരോ ജീവിത ഘട്ടങ്ങളും അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ 27, 28 ശ്ലോകങ്ങളിൽ ഈ ജ്ഞാനനിഷ്ഠ ലഭിക്കാനുള്ള ഉപായം എന്താണെന്നുള്ളതാണ് വിശദീകരിക്കുന്നത്. നിധിധ്യാസനം, ആത്മധ്യാനത്തിനുള്ള ഉപായം എന്നുള്ള നിലയിലാണ് ഈ 2 ശ്ലോകങ്ങളെ കാണേണ്ടത്. ഈ ശ്ലോകങ്ങൾ 6ാം അധ്യായത്തിൻ്റെ സൂത്രരൂപമാണ്. ഞാൻ പറഞ്ഞു, ഇനിയും വരാൻ പോകുന്ന ധ്യാന യോഗത്തിൻ്റെ അതിൻ്റെ ഒരു സൂത്രരൂപമാണ് ഈ 2 ശ്ലോകങ്ങളിൽ ഉള്ളടക്കി വെച്ചിരിക്കുന്നത്. സൂത്രഭാഷ മിക്കവാറും ആചാര്യന്മാരൊക്കെ വലിയ 50 പേജിൽ പറയാവുന്ന കാര്യങ്ങൾ 2 വാക്കുകളിലൂടെയൊക്കെ അവർ പറയും. അപ്പം അതുകൊണ്ടാണ് ഈ സൂത്രരചനയ്ക്ക് ഇത്രയും ഇന്ത്യയിൽ ഭാരതത്തിൽ പ്രാമുഖ്യം വന്നത്. അതുകൊണ്ടാണ്
ബ്രഹ്മസൂത്രം, നാരദ ഭക്തി സൂത്രങ്ങൾ, എത്രയോ പേജുകൾ എഴുതേണ്ട വിശദീകരിക്കേണ്ട ഒരു സംഗതിയാണ് ഒരു സൂത്ര രൂപത്തിൽ ഒരു വിത്ത് എന്നുള്ള നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം 6-ാം അധ്യായത്തിൻ്റെ സൂത്രരൂപമാണിത്. പല മഹാത്മാക്കളും സംസാരിക്കാറുള്ളത് സൂത്രരൂപത്തിലാണ്. ഇപ്പം രമണ മഹർഷിയുടെയൊക്കെ അവരുടെയൊക്കെ സംസാരം നോക്കുക. അവർ ഒരാഴ്ച കൂടുമ്പോൾ 1-2 വാക്കുകളൊക്കെ ആയിരിക്കും പറയുന്നത്. ഈ സൂത്രരൂപത്തിലാണ് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും ശരി, 6-ാം അധ്യായത്തിൽ ഇതിൻ്റെ ഈ 2 ശ്ലോകങ്ങളുടെ ഒരു വിശദീകരണമാണ് എന്ന് പറയാൻ സാധിക്കും. നമ്മൾ 27-ഉം 28 ശ്ലോകങ്ങളിലേക്ക് പോവുകയാണ്. 27-ഉം 28 ശ്ലോകങ്ങൾ. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനോ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ. 27, 28 യതേന്ദ്രിയ മനോബുദ്ധിർ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാ ഭയക്രോധോ യ സദാ മുക്ത ഏവ സഃ. ഇതാണ് 2 ശ്ലോകങ്ങൾ. അതിൻ്റെ അർത്ഥം എല്ലാവരുടെയും പുസ്തകമുണ്ട്, ഞാൻ വീണ്ടും വായിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതിൻ്റെ അർത്ഥം ഒരു ലളിതമായ അർത്ഥം പറഞ്ഞു പോയാൽ, ബാഹ്യവിഷയങ്ങളെ പുറത്താക്കി ഞാൻ പറഞ്ഞല്ലോ, ഒരു ധ്യാനനിഷ്ഠ ലഭിക്കാനുള്ള ഉപായത്തെ പറ്റിയാണ് ഈ പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ, വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒരു കാര്യമാണ്. ജീവൻ്റെ മുഴുവൻ സാധ്യതകളെയും പുറത്തെടുക്കുവാനുള്ള ഒരു ഉപായത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അപ്പം മനുഷ്യരാശിക്ക് ഇത്രയും പ്രയോജനപ്പെടുന്ന ഒരു ശ്ലോകം, 2 ശ്ലോകങ്ങൾ വളരെ കുറവായിരിക്കും. എല്ലാ ശ്ലോകങ്ങൾക്കും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ട് എന്ന് സമ്മതിപ്പിക്കുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് ഈ ധ്യാന നിഷ്ഠ ലഭിക്കാനുള്ള ഉപായത്തെ പറ്റി പറയുന്നത് വളരെ പ്രാധാന്യത്തോടു കൂടി കാണേണ്ട ഒന്നാണ്. ബാഹ്യവിഷയങ്ങളെ പുറത്താക്കി കണ്ണുകളെ പുരികങ്ങളുടെ മധ്യത്തിൽ ഉറപ്പിച്ച് പ്രാണനെയും അപാനനെയും സമീകരിച്ച് നാസികയ്ക്കുള്ളിൽ തന്നെ ഒതുക്കി സഞ്ചരിപ്പിച്ച് ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയെ നിയന്ത്രിച്ച് കാമം, ക്രോധം എന്നിവയെ അകറ്റി ബ്രഹ്മാനുഭവത്തിൽ കഴിയുന്ന മുനി സദാ മുക്തൻ തന്നെയാകുന്നു, നിത്യമുക്തൻ തന്നെയാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇതിൻ്റെ വിശദീകരണമാണ് നമുക്ക് നടത്തേണ്ടതായിട്ടുള്ളത്. അതിൽ സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ, ഞാൻ പറഞ്ഞല്ലോ, ജീവനുള്ള സാധ്യതകളെ എങ്ങനെയാണ് ഒരു യോഗി, ഒരു ജ്ഞാനി പുറത്തെടുക്കേണ്ടത് എന്നതിനുള്ള ഒരു മാർഗദർശനമാണ് ഇത്. ബാഹ്യവിഷയങ്ങളെ പുറന്തള്ളുമ്പോൾ മാത്രമേ നാം ധ്യാനത്തിന് സജ്ജരാകുന്നുള്ളൂ. ധ്യാനത്തിന് സജ്ജരാകണം എന്നുണ്ടെങ്കിൽ ബാഹ്യമായി കാണുന്ന എല്ലാ വിഷയങ്ങളെയും പുറന്തള്ളേണ്ടതുണ്ട്. ഇതാണ് ആദ്യം തന്നെ നമ്മളോട് പറയുന്നത്. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ. അതുകൊണ്ട് മറ്റു കാര്യങ്ങളെല്ലാം വിടുവിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോൾ നിലവിൽ ഈ രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബാഹ്യവിഷയങ്ങളിലാണ്. ബാഹ്യവിഷയങ്ങളിൽ മാത്രം രമിക്കാനുള്ള ഒരു സ്വഭാവമാണ് നമുക്കിപ്പോഴുള്ളത്, നിലവിലുള്ളത്. അതിൽ നിന്ന് പലരും പുരോഗമിച്ചിട്ടുണ്ടാവാം, അത് വേറൊരു വശം. അതിന് പൊതുവെ മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം ഇതാണ് എന്ന് കഠോപനിഷത്ത് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. പരാഞ്ചിഖാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മൻ. പുറത്തേക്കാണ് ഇതെല്ലാം തുറന്നിരിക്കുന്നത്, അതിനെല്ലാം അകത്തേക്കാക്കണം. അത് എക്സ് ആക്സിസിൽ പോകുന്ന ഒരു കാര്യത്തെ വൈ ആക്സിസിലാക്കണം എന്നാണ് മനഃശാസ്ത്രജ്ഞന്മാരൊക്കെ ഇതിനെ പഠിച്ചിട്ട് പറയുന്നത്. അപ്പം അതൊരു എളുപ്പമുള്ള കാര്യമാണെന്നൊന്നും ധരിക്കണ്ട. അപ്പം എന്നിട്ടെന്താണ് ചെയ്യേണ്ടത്? ചക്ഷുശ്ചൈവാന്തരേ ഭ്രോഹു, അതായത്
അത് നമ്മൾ പുറത്തേക്കുള്ള വിഷയങ്ങളെ അകറ്റുന്നു. ഇനിയും ഇന്ദ്രിയങ്ങൾ മുഖാന്തരമുണ്ടാകുന്ന തടസ്സങ്ങൾ നീക്കണം. ഇന്ദ്രിയങ്ങളിലൂടെയാണല്ലോ നമ്മൾ ഈ പുറം ലോകവുമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ദ്രിയങ്ങൾ മുഖാന്തരമുണ്ടാകുന്ന തടസ്സങ്ങളെ പൂർണ്ണമായിട്ട് നീക്കി വെക്കണം. അപ്പം ഇവിടെ മുഖ്യമായ ഇന്ദ്രിയം എന്നുള്ള നിലയിലാണ് കണ്ണുകളെ ഇവിടെ പറയുന്നത്, കണ്ണുകളെ പറ്റി പറയുന്നത്. അപ്പോൾ ഈ കണ്ണുകളെ ഇപ്രകാരം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിനെ വിശദീകരിക്കുമ്പോൾ പല ആചാര്യന്മാരും പറയുന്നത് കണ്ണുകൾ മുഴുവൻ അടയ്ക്കരുത്. മുഴുവൻ അടച്ചു കഴിഞ്ഞാൽ എന്താ, ധ്യാനിക്കാനിരിക്കുമ്പോഴുള്ള ഒരു ഭാവത്തെ പറ്റിയാണ് പറയുന്നത്. ബാഹ്യ വിഷയങ്ങളെ പുറന്തള്ളണം. പിന്നെ രണ്ടാമത് എന്താണ്, ഇന്ദ്രിയങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന തടസ്സങ്ങളെ നീക്കണം. അപ്പം അതിനുവേണ്ടി കണ്ണിനെ പ്രധാനപ്പെട്ടൊരു ഇന്ദ്രിയമായിട്ട് എടുക്കുകയാണ്. അപ്പം ഇത് മുഴുവൻ അടയ്ക്കരുത്, കാരണം ഉറക്കം വരും, അലസതയായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് വരിക. മുഴുവൻ തുറക്കരുതെന്നും പറയപ്പെടുന്നുണ്ട്. പൂർണ്ണമായിട്ട് അടയ്ക്കുകയോ തുറക്കുകയോ ചെയ്യാതിരിക്കുന്ന ഒരവസ്ഥ. തുറന്നാൽ എന്തൊരു പ്രശ്നം, ഈ കാഴ്ചകളിലേക്ക് നമ്മുടെ മനസ്സ് തനിയെ പോകും. ഇതൊക്കെ ഒന്ന് സങ്കല്പിക്കുക. ഇതാണ് ധ്യാനത്തിനുള്ള ജ്ഞാനനിഷ്ഠയ്ക്കുള്ള ഉപായമായിട്ട് പ്രാഥമികമായിട്ട് പറഞ്ഞു വെക്കുന്നത്. ഇനി നാസാഭ്യന്തരചാരിണവും പ്രാണാപാനവും സമൗകൃത്വ, അതായത് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൻ്റെ അർത്ഥമൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാനൊരു ജസ്റ്റ് ഒരു വിശദീകരണം മാത്രമാണ് നൽകുന്നത്. പ്രാണൻ എന്ന് പറയുന്നത് പുറത്തേക്കുള്ള ശ്വാസമാണ്, അപാനൻ എന്ന് പറയുന്നത് അകത്തേക്ക് എടുക്കുന്ന ശ്വാസമാണ്. ഇതിനെ രണ്ടിനെയും നമ്മുടെ മൂക്കിനുള്ളിൽ സഞ്ചരിക്കുന്ന ഈ പ്രാണനെയും അപാനനെയും സമീകരിച്ച് വെക്കണം. തടസ്സങ്ങളില്ലാതെ താളത്തിൽ ഈ പ്രാണനെയും അപാനനെയും സഞ്ചരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം, സമീകരിച്ചെടുക്കുവാൻ സാധിക്കണം. അപ്പോഴാണ് സാക്ഷിയെപ്പോലെ നിരീക്ഷിക്കേണ്ടി വരിക. സാക്ഷിയെപ്പോലെ ഈ പ്രാണനെയും അപാനനെയും നിരീക്ഷിക്കുമ്പോൾ മാത്രമേ അതിനെ സമീകരിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇനിയും അടുത്ത ശ്ലോകത്തിൻ്റെ തന്നെ അടുത്ത ഭാഗം 28 യഥേന്ദ്രിയ മനോബുദ്ധി, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും വിഷയങ്ങളിൽ നിന്നും ഒതുക്കി നിർത്തുക. എന്നാലോചിച്ച് നോക്കിയേ, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും വിഷയങ്ങളിൽ നിന്നും ഒതുക്കി നിർത്തുക. ഇതാണ് വീണ്ടും പറയുന്ന കാര്യം. അപ്പം ഇവിടെ ഇത് നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ, ഇതിനെ നമ്മളൊന്ന് മനനം ചെയ്യുമ്പോൾ ഒന്നുകൂടി വ്യക്തമായി പറയേണ്ടതുണ്ട്. ഈ മൂന്നിനെയും സംയമം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും, ഇതിനുള്ളൊരു ഉപായം മൂന്നാമത്തെ അധ്യായത്തിൽ 40ാമത്തെ ശ്ലോകത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് അതിലേക്കും കൂടി ഒന്ന് പോകാം. 3ാമത്തെ അധ്യായത്തിൽ 40ാമത്തെ ശ്ലോകം. നിങ്ങളുടെ കയ്യിൽ ഭഗവത്ഗീത ഉണ്ടല്ലോ, 40ാമത്തെ ശ്ലോകം. ഇന്ദ്രിയാണി മനോബുദ്ധി യസ്യാധിഷ്ഠാനമുച്യതേ ഏതൈർവിമോഹയത്യേഷ ജ്ഞാനമാവൃത്യ ദേഹിനം. അതിൻ്റെ ചുരുക്കം ഇതാണ്. എൻ്റെ ഏകദേശ അർത്ഥമാണ് ഞാൻ പറയുന്നത്, ലളിതമായ അർത്ഥമാണ് പറയുന്നത്. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവ കാമത്തിൻ്റെ ഇരിപ്പിടമാണെന്ന് പറയപ്പെടുന്നു. ഇത് ജ്ഞാനത്തെ ആവരണം ചെയ്ത് ദേഹികളെ വ്യാമോഹിപ്പിക്കുന്നു. ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി ഇവ കാമത്തിൻ്റെ ഇരിപ്പിടമാണെന്ന് പറയുന്നു. ഇത് മൂന്നും കാമത്തിൻ്റെ ഇരിപ്പിടമാകുന്നു. ഇവ ദേഹികളെ വ്യാമോഹിപ്പിക്കുന്നു എന്നാണ്. ഇതിനെപ്പറ്റി കഠോപനിഷത്തിലൊക്കെ ഗംഭീരമായ വിശദീകരണം ഈ ഒരു കാര്യത്തെപ്പറ്റി നടത്തുന്നുണ്ട്. രഥകൽപ്പന, ശരീരത്തെ രഥമായിട്ടും
ഇന്ദ്രിയങ്ങളെ കുതിരകളായിട്ടും ആ രഥത്തിന് പോകേണ്ട വഴികളെ നമ്മുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളായിട്ടും, ജീവൻ്റെ മുമ്പിൽ വരുന്ന വിഷയങ്ങളായിട്ടും ഒക്കെ കണ്ടുകൊണ്ടുള്ള രഥകൽപ്പന കഠോപനിഷത്തിൻ്റെ ഭാഗമാണ്. ഈ രാജയോഗത്തിൽ വിവേകാനന്ദ സ്വാമികൾ ഈ ഒരു 2 ശ്ലോകത്തെയാണോ വിശദീകരിക്കുന്നതെന്ന് തോന്നിപ്പോകും. ഗംഭീരമായ ഒരു വിശദീകരണമാണ് വിവേകാനന്ദ സ്വാമികൾ നൽകുന്നത്. അതിൽ ഈ മനസ്സിനെ പറ്റി പറഞ്ഞല്ലോ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പിന്നെന്താണ്, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ആലോചിക്കണം. അപ്പം ഈ മനസ്സിനെ പറ്റി പറയുമ്പോൾ വിവേകാനന്ദ സ്വാമി പറയുന്നത് ഈ മനസ്സെന്ന് പറയുന്നത് ഇത് പാശ്ചാത്യ സമൂഹത്തിന് മുമ്പിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യമാണ്. മനസ്സെന്ന് പറയുന്നത് ഒരു കുരങ്ങാണെന്നാണ് പറയുന്നത്. കുരങ്ങിനെ പറ്റി ഒന്ന് ആലോചിച്ചാൽ, നമ്മളിപ്പോൾ ഇവിടെ ആതിരപ്പള്ളി പോകുമ്പോഴും, ആതിരപ്പള്ളി എന്നല്ല ഇവിടെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കൊറോണയ്ക്ക് ശേഷം ഇത് സർവ്വസാധാരണമായ കാര്യമായി മാറിയിരിക്കുന്നു. എല്ലായിടത്തും കുരങ്ങുകളൊക്കെ ഇട്ട്. ഈ കുരങ്ങിൻ്റെ അതിൻ്റെ പ്രവൃത്തികളെ ഒന്ന് നിരീക്ഷിക്കുക. അത് ചഞ്ചലമാണ്. അതൊരു നിമിഷം പോലും ഒരിടത്തിരിക്കില്ല. വെറുതെ അതിന് വയറ് നിറഞ്ഞാലും അതെ, ആ കൊമ്പ് ചാടി ഈ കൊമ്പ് ചാടി ഇങ്ങനെ നടക്കും. അതിനൊരു പൂമാല കൊടുത്തു നോക്കൂ, ആലോചിച്ചു എന്തായിരിക്കും സംഭവിക്കും. മനോഹരമായൊരു പൂമാല അതിൻ്റെ കയ്യിൽ കൊടുക്കുക. ഈ തെങ്ങിനെ വിവേകാനന്ദ സ്വാമി പറയാണ്, ഈ കുരങ്ങിനെ ഒരു തേള് കുത്തുകയാണെന്ന് വിചാരിക്കുക. ആ കുരങ്ങ് കുറച്ച് മദ്യം കൂടെ കുടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. കുറച്ച് മദ്യം കുടിച്ചിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു തേള് കുത്തി. ഇതേ അവസ്ഥയാണ് മനുഷ്യ മനസ്സിൻ്റെ അവസ്ഥ. ഇത് വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് വിശദീകരിക്കുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലോകയാത്ര, ജീവിതായോധനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രശ്നമാണ് ഈ ലോകം, ഈ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനസ്സുകൊണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല, പ്രത്യേകിച്ച് ഈ വേദിയിൽ വെച്ച്. നമ്മളെല്ലാത്തിലും നമ്പർ 1 ആണ് അല്ലേ? എല്ലാത്തിലും, ആത്മഹത്യയിലും, രോഗത്തിൻ്റെ കാര്യത്തിൽ എന്ന് വേണ്ട, വിവാഹമോചനത്തിൻ്റെ കാര്യത്തിൽ എന്ന് വേണ്ട, ഇത്തരത്തിലുള്ള മനസ്സുകൊണ്ടൊരു ജീവിത യാത്ര ചെയ്യുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചാൽ മതി. അപ്പോൾ വിവേകാനന്ദ സ്വാമി പറയുന്നത് മനസ്സ് കുരങ്ങാണെന്നാണ്. ഇത് അർജുനന് നന്നായിട്ടറിയാം. അർജുനൻ മോശക്കാരനൊന്നുമല്ല. അർജുനന് തൻ്റെ മനസ്സിനെ അങ്ങേയറ്റം ഏകാഗ്രതയിൽ എത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു അർജുനൻ. അർജുനൻ്റെ ജീവിതം ഒന്ന് എടുത്തു നോക്കിയാൽ മതി. അർജുനൻ ഇതിനു മുമ്പ് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് ഏകാഗ്രതയുള്ള ഒരു യോദ്ധാവാണ് അർജുനൻ. ആ അർജുനൻ പോലും പറയുകയാണ്, ഈ കൃഷ്ണൻ്റെ ഈ വിശദീകരണം കേട്ടപ്പോൾ പറയുകയാണ്, എന്നോടാണ് അങ്ങ് ഈ പറയുന്നത്. എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ കാറ്റിനെ പോലെയാണ്. വായോരിവ സുദുഷ്കരം. കാറ്റിനെ പിടിച്ചു കെട്ടാൻ പറ്റുമോ? മനസ്സിനെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് ഈ കാറ്റിനെ പിടിച്ചു കെട്ടാൻ പറ്റുമെങ്കിൽ സാധ്യമാണ്. അത് സാധ്യമാണോ എന്നുള്ള രീതിയിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്. അവിടെയാണ് കൃഷ്ണൻ പറയുന്നത്, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്, അതിനൊരു ഉപായമുണ്ട്. അസാധ്യമായ കാര്യത്തിനൊരു ഉപായമുണ്ട്. അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ച ഗൃഹ്യതേ. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും ഈ മനസ്സിനെ നമുക്ക് സ്വാധീനിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ പൂർണ്ണമായിട്ട് നമ്മുടെ കുട്ടികളൊക്കെ കാണാപ്പാഠം പഠിച്ചിരിക്കേണ്ട ഒരു ശ്ലോകമാണിത്. അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നമുക്ക് നമ്മുടെ മനസ്സിനെ വഴിക്ക് കൊണ്ടുവരാൻ പറ്റും, നിയന്ത്രിച്ചെടുക്കാൻ സാധിക്കും. അപ്പം ഈ മനസ്സിനെയും ബുദ്ധിയെയും ഇന്ദ്രിയങ്ങളെയും വിഷയങ്ങളിൽ നിന്നും ഒതുക്കി നിർത്താനാണ് പറയുന്നത്. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നു, എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമായിട്ട് പറയുന്നത് കാമകാഞ്ചനങ്ങളെയാണ്. കാമവും കാഞ്ചനവുമാണ് എല്ലാത്തിനെയും മൂലകാരണം എന്നുള്ള നിലയിൽ വചനാമൃതം, ശ്രീരാമകൃഷ്ണ വചനാമൃതം വായിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ 2 കാര്യങ്ങളാണ് എല്ലാ പ്രശ്നങ്ങളുടെയും ആധാരമായിട്ട്
ഒന്ന് ആലോചിച്ച് നമ്മളിൽ നിന്ന് ഒന്ന് രണ്ട് കണ്ണും തുറന്നുകൊണ്ടൊന്ന് ജീവിച്ചാൽ മതി. ഇത് തന്നെയാണ് കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞത്, കനകം മൂലം കാമിനി മൂലം എന്നുള്ള രീതിയിൽ. അതിന് കാമിനി എന്നൊന്നും പറയണ്ട, കാമോ എന്ന് പറഞ്ഞാൽ മതി. നേരെ തിരിച്ചും രണ്ടുമുണ്ട്. അങ്ങനെ ഒരു കൂട്ടരെ മാത്രമായിട്ടൊന്നും മാറ്റി നിർത്തണ്ട. കാമകാഞ്ചനം അതാണ്. മനസ്സിനെയാണ് ഇവിടെ നമുക്ക് വിശദീകരിക്കേണ്ടതായിട്ടുള്ളത്, കാമകാഞ്ചനങ്ങൾ. അപ്പോൾ ഇനിയും നമുക്ക് ഈ മൂന്നാമത്തെ വിശദീകരണം ഇവിടെ വരുന്നത് വിഗതേച്ഛാ ഭയക്രോധ. ധ്യാനം ചെയ്ത് ആത്മജ്ഞാനത്തിൽ നിഷ്ഠ കിട്ടും. ഇങ്ങനെ ധ്യാനം ചെയ്യുമ്പോൾ, നമ്മൾ ഈ പറഞ്ഞ പോലെ ധ്യാനം ചെയ്യുമ്പോൾ ആത്മജ്ഞാനത്തിൽ നിഷ്ഠ കിട്ടും. അതെങ്ങനെ ധ്യാനം ചെയ്യണം നോക്കൂ. ബാഹ്യവിഷയങ്ങളെ പുറത്താക്കി കണ്ണുകളെ പുരികങ്ങളുടെ മധ്യത്തിൽ ഉറപ്പിച്ച് പ്രാണനെയും അപാനനെയും സമീകരിച്ച് നാസികയ്ക്കുള്ളിൽ തന്നെ ഒതുക്കി ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എന്നിവയെ നിയന്ത്രിച്ച് കാമം, ക്രോധം എന്നിവയെ അകറ്റി ബ്രഹ്മാനുഭവത്തിൽ കഴിയുന്ന മുനി സദാമുക്തൻ തന്നെയാകുന്നു, നിത്യമുക്തൻ തന്നെയാകുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് വിഗതേച്ഛാഭയക്രോധ. അപ്പൊ ഇത്തരത്തിൽ ധ്യാനം ചെയ്യുമ്പോൾ ആത്മജ്ഞാനത്തിൽ നിഷ്ഠ കിട്ടും. ആത്മജ്ഞാനത്തിൽ എപ്പോഴാണ് നിഷ്ഠ വരുന്നത്? ഈ പരിശീലനം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ജീവനാണ് ആത്മജ്ഞാനത്തിൽ നിഷ്ഠ കിട്ടുക. അപ്പോഴാണ്, അങ്ങനെ ആത്മജ്ഞാനത്തിൽ എപ്പോഴാണോ നിഷ്ഠ ഉണ്ടാവുക, അപ്പോഴാണ് അവൻ്റെ ഇച്ഛകൾ ഇല്ലാതായിത്തീരുന്നത്. ഇച്ഛകൾ ഇല്ലാതാവുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്, അല്ലേ? ഇച്ഛ, ക്രോധം, കാമം എന്നിവയൊക്കെ ഒഴിവായി പോകുന്നതാണ് പറയുന്നത്. അത് നമ്മൾ നോക്കുമ്പോൾ 6-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ഒന്ന് പോകേണ്ടതുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം. 6-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ ശ്ലോകം. 22-ാമത്തെ ശ്ലോകം. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തതഃ യസ്മിൻ സ്ഥിതോ ന ദുഃഖേന ഗുരുണാപി വിജാല്യതേ. എൻ്റെ അർത്ഥം ഞാൻ പറയാം. ഏതൊരവസ്ഥ ലഭിച്ചിട്ട് അതിനേക്കാൾ മഹത്തായി ഒരു ലാഭത്തെയും ഗണിക്കാതിരിക്കുന്നുവോ, ഏതൊരവസ്ഥ ലഭിച്ചിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിൽ പോലും ഇളകുന്നില്ലയോ, അതാണ് യോഗം. അതാണ് യോഗം എന്ന് പറയുന്നത്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തിൽ പോലും ഇളകാത്തവരായിരിക്കുക. നമുക്കുള്ള ഒരേ ഒരു കുട്ടി ഇല്ലാണ്ടായി പോകുന്നു എന്നൊക്കെ വിചാരിക്കുക. ലോകത്തിലുള്ള ഏറ്റവും വലിയ ദുഃഖമായിരിക്കും അത്. ഏതോ ഒരു കുട്ടി അപകടത്തിൽ മരിച്ചു, ഒരേ ഒരു കുട്ടിയാണ്. അപ്പോൾ ആ അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കൂട്ടുകാരികൾ, ചില അയൽക്കൂട്ടത്തിലെ കൂട്ടുകാരികൾ, അതായത് നടന്ന ഒരു സംഭവമാണ്. ആ അമ്മമാര് ഈ അമ്മേനെ പോയി ആശ്വസിപ്പിച്ച് എന്താണെന്നറിയോ, എങ്ങനെയാണെന്നറിയോ? ഇതിലും വലിയ എന്തോ വരാനിരുന്നതാണ്. ഒരേ ഒരു മോനാണ് പറയാണ്, ഇതിലും വലിയ എന്തോ വരാനിരുന്നതാണ്. ഇത്രയല്ലേ ആയുള്ളൂ. നോക്കുക, ഏറ്റവും വലിയ ദുഃഖത്തില് പോലും നമുക്ക് ഇളകാൻ പറ്റാത്തൊരവസ്ഥയിലാണെങ്കിൽ അതാണ് യോഗിയുടെ അവസ്ഥ, യോഗിയുടെ തലം എന്ന് പറയുന്നത്. ആത്മജ്ഞാനം കിട്ടിയവൻ വേറൊന്നും വേണ്ട എന്നുള്ളൊരവസ്ഥയിലാണ്. വേറൊന്നും അവന് വേണ്ട, പൂർണ്ണ തൃപ്തനാണ്. രമണ മഹർഷിയോട് ആരോ ചോദിച്ചു, തൃപ്തിയുണ്ടോ? ആരോ പാശ്ചാത്യം ചെന്ന് ചോദിച്ചതാണ്, അങ്ങേക്ക് തൃപ്തിയുണ്ടോ എന്ന്. രമണ മഹർഷിയെ കണ്ടറിയില്ലേ, ഒരു കൗപീനം മാത്രമാണ് ഉടുത്തിരിക്കുന്നത്. അദ്ദേഹം വെറുതെ അവിടെ ഇരിക്കുന്നു, ഒന്നും സംസാരിക്കുന്നില്ല, ആരെയും നോക്കുന്നേ. ചിലപ്പോൾ നോക്കിയാലായി, എങ്ങനെയൊക്കെ ആയി. താരെ ഏതോ ഒരു പാശ്ചാത്യം ചെന്നിട്ട് ചോദിച്ചു, അങ്ങേക്ക് തൃപ്തിയുണ്ടോ, ജീവിതത്തിൽ തൃപ്തിയുണ്ടോ? അപ്പം എന്താ മഹർഷി പറഞ്ഞ മറുപടി എന്നറിയോ? തൃപ്തി അല്പം കൂടിപ്പോയി, അതിൻ്റെ കുഴപ്പമേ ഉള്ളൂ. തൃപ്തി അല്പം കൂടിപ്പോയി. അപ്പോൾ ഈ ആത്മലാഭം കിട്ടിയവന് വേറൊന്നും വേണ്ടതില്ല. അതാണ് ഉപനിഷത്തിൽ പറയുന്നത്. ചാന്തോക്യ ഉപനിഷത്തിൽ പറയുന്നു, തരതി ശോകം ആത്മവിത്ത്. ഒരാത്മവിത്താണ്, ആത്മവിത്തിന് മാത്രമേ ശോകങ്ങളെ തരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശോകമോഹങ്ങളെ തരണം ചെയ്യുവാൻ ആത്മനിഷ്ഠനായ ഒരാൾക്ക്
മാത്രമേ സാധിക്കൂ. അപ്പം അതിനോട് നമ്മൾ താതാത്മ്യപ്പെടുക. എത്രത്തോളം ആത്മനിഷ്ഠനാകാൻ കഴിയുമോ അത്രയും നമുക്ക് സാധിക്കണം. അത് മാത്രമേ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കാനൊരു വഴിയുള്ളൂ എന്ന കാര്യം നമ്മൾ ജീവിതത്തോട് ചേർത്ത് വെക്കണമല്ലോ ഇത്തരം കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ദുഃഖങ്ങളെ ഇല്ലാതാക്കാൻ വേറൊരു വഴി നിങ്ങൾ നോക്കണ്ട. അതൊക്കെ നോക്കിയാൽ നോക്കാൻ വേണ്ടി നമ്മൾ രണ്ട് കണ്ണും ഒന്ന് തുറന്നു വെച്ചാൽ മതി. ലോകത്തിലേക്ക് തുറന്നു വെച്ചാൽ മതി. ആത്മനിഷ്ഠനാവുക എന്നത് മാത്രമാണ് ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത്. ഇനിയും ഭയക്രോധങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഈ ഭയത്തെയും ക്രോധത്തെയൊക്കെ എപ്പോൾ ഒഴിവാക്കാൻ സാധിക്കും? അപ്പം ഈ ആത്മനിഷ്ഠനാവുക എന്ന് പറഞ്ഞാൽ നമ്മളറിയാം, നമ്മുടെ സാധാരണ ജീവിതം ഒരു എക്സ് ആക്സിസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ്? സുഖദുഃഖങ്ങളിൽ പെട്ടിട്ട് ഇതിനെ ശാസ്ത്രീയമായ ഒരു രീതിയിൽ ആധുനിക ശാസ്ത്രത്തിൻ്റെയൊക്കെ ബേസിൽ ഇതിനെ കാണുന്നവർ വിശദീകരിക്കുന്നത് എക്സ് ആക്സിസിലാണ് നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. സുഖത്തിലും ദുഃഖത്തിലും ഏറി മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചിലരൊക്കെ പറയുന്നത് ഡോട്ടഡ് ലൈൻസ് ആണ് നമ്മുടെ ജീവിതം. രണ്ട് ദുഃഖങ്ങൾക്കിടയിലുള്ളൊരു സ്പേസാണ്, ഇടമാണ് സുഖം എന്ന് പറയുന്നത്. രണ്ട് ദുഃഖങ്ങൾക്കിടയിലുള്ളൊരു സ്പേസാണ് ഈ സുഖം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു ലൈനാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. ഒരു നേർരേഖ. ഈ ബിന്ദുക്കൾ കൊണ്ടൊരു നേർരേഖ വരച്ചാൽ എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ്. അപ്പം അതിനെ നമ്മൾ വൈ ആക്സസിലേക്ക് പൂർണ്ണമായിട്ടും താതാത്മ്യപ്പെടുത്തി വെക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ അഭ്യാസങ്ങൾ ചെയ്യേണ്ടത്. അഭ്യാസേന തു കൗന്ദേയ. നമ്മൾ പറഞ്ഞല്ലോ, അഭ്യാസത്തിലൂടെ, ഈ മനനത്തിലൂടെ, ശ്രവണ മനന നിധിധ്യാസനങ്ങളിലൂടെ നമുക്കിതിനെ നിഷ്ഠയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ജ്ഞാനനിഷ്ഠനാവേണ്ടതുണ്ട്. അങ്ങനെ ഒരാളുടെ ജീവിതം വൈ ആക്സിസിൽ പ്രതിഷ്ഠിതമാണ്. അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് പലരും സന്യാസിമാരുടെ ഒക്കെ ദണ്ഡിനെ വിശേഷിപ്പിക്കുന്നത്. ആത്മനിഷ്ഠനാവണം, ഇങ്ങനെ പോയാൽ പോരാ, ഇങ്ങനെ പോകണം, നേർരേഖയിലായിരിക്കണം, വെർട്ടിക്കൽ ആക്സിസിലായിരിക്കണം, ഹൊറിസോണ്ടൽ പ്ലെയിനിലല്ല പോകേണ്ടത്, അനുപ്രസ്ഥാക്ഷത്തിലാണ് പോകേണ്ടത്, തിരശ്ചീനമായിട്ടല്ല നമ്മൾ പോകേണ്ടതെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാവ്യ വസ്ത്രമൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അങ്ങനല്ല, ഇങ്ങനൊരു വഴിയുണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തും. ഒരു സന്യാസി അയാൾ ഒരു രീതിയിലും ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്ന് പലപ്പോഴും പറയുന്നവരൊക്കെ ഉണ്ടാവും. ചില സന്യാസിമാരോ അദ്ദേഹം നാമം ജപിക്കുക പോലും ചെയ്യുന്നില്ല. ഒന്നും വേണ്ട, ആ ഡ്രസ്സ് തന്നെ മതി. ഇത് പലർക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനൊരു വഴിയുണ്ട്, ഒരു വെർട്ടിക്കൽ ആക്സിസിലേക്കുള്ള വഴിയുണ്ട്. ഒരനുപ്രസ്ഥമായൊരു തലം ജീവിതത്തിന് നമുക്കുണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമ്പോഴാണ് അതിനെ ആധ്യാത്മിക ജീവിതം എന്ന് വിളിക്കാൻ സാധിക്കുക. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഭയത്തെയും ക്രോധത്തെയും എപ്പോഴാണ് ഇല്ലാതാക്കാൻ സാധിക്കുക? ഇത്തരം വികാരങ്ങൾ നമ്മളിൽ നിന്ന് എപ്പോഴാണ് വിട്ടുപോവുക? ഈ ഭയം നശിക്കാനുള്ളത് ഒന്ന് ഇല്ലാത്തതിനാലാണ്. നശിക്കാനുള്ള ഒന്നില്ല. അപ്പോൾ മാത്രമാണ് ഭയം ഇല്ലാതാകുന്നത്. ആ ഒരു തലത്തിലെത്തണം. ഇവിടെ ഒന്നും നശിക്കാനില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മുടെ ബോധ്യം ഉണ്ടാകുമ്പോഴാണ്, നമുക്ക് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഭയം ഇല്ലാതെ വരിക. അതുപോലെ തന്നെ ക്രോധങ്ങൾ ഇല്ലാതാവുക. സർവം ഖൽവിദം ബ്രഹ്മ, എല്ലാം ആത്മസ്വരൂപമാണ് എന്ന് വരുമ്പോൾ എന്തിനോട് ദ്വേഷിക്കും? ആരോട് ദ്വേഷിക്കും? ഈ ഒരു വലിയ ഉയരമാണ് ഒരു ആദർശമായിട്ട്, ജീവിതത്തിൻ്റെ ആദർശമായിട്ട് നമുക്ക് വെക്കേണ്ടതായിട്ടുള്ളത്. ജ്ഞാനനിഷ്ഠ ലഭിക്കാനുള്ള ഉപായമായിട്ട് ഇവിടെ വെക്കുന്നത് ഇത്തരം കാര്യങ്ങളെയാണ്. പിന്നെ മുനിയെ പറ്റി പറയുന്നുണ്ട്. മുനിയെ 3 രീതിയിൽ വിശദീകരിക്കുന്നുണ്ട് ആചാര്യന്മാർ. മനനാത് മുനിഹി, മൗനാത് മുനിഹി, മുനിഹി സന്യാസി, ഇങ്ങനെ പല രീതിയിൽ വിശദീകരിക്കുന്നുണ്ട്. ഇത് 3ഉം ഇവിടെ ആപ്ലിക്കബിളാണ്. അപ്പം അങ്ങനെയുള്ള
മുനിഹി, മുനി. മോക്ഷപരായണ ഒരു വാക്കും കൂടി ഇവിടെ പറയുന്നുണ്ട്. മോക്ഷപരായണ, മോക്ഷം മാത്രം ലക്ഷ്യമാക്കുന്ന ഒരു വ്യക്തിയാണ് മോക്ഷപരായണൻ എന്ന് പറയുന്നത്. മോക്ഷം മാത്രം ജീവിതത്തിൽ ലക്ഷ്യമാക്കി വെക്കുക. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, ജീവിതത്തിൻ്റെ ഒരേ ഒരു ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരം മാത്രമാണ്. സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് പറയുകയാണ്, ജീവിതത്തിൻ്റെ ഉദ്ദേശ്യം സാക്ഷാത്കാരം ഒന്നേ ഒന്ന് മാത്രമാണ് എന്ന് ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണയിൽ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു. അതിനുള്ള വഴി എന്താണ്? വ്യാകുലതയാണ് വഴി. അതിന് ഇംഗ്ലീഷിലുള്ള വേർഡ് മനോഹരമാണ്, ആസ്പിരേഷൻ. ആസ്പിരേഷനാണ് അതിനുള്ള വഴി. എത്രത്തോളം അതിനോട് താതാത്മ്യപ്പെടാൻ സാധിക്കുന്നു, അതില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥയിലേക്ക് വരിക. അത്രത്തോളം നമ്മുടെ അന്വേഷണങ്ങൾ, മനനം തീവ്രമാകേണ്ടതുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മോക്ഷപരായണൻ അത്തരത്തിൽ ജീവിക്കുന്നു. അതായത് മോക്ഷം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് മോക്ഷപരായണൻ. വ്യാകുലതയെപ്പറ്റി ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു, ഈ വ്യാകുലത ഒന്ന് മാത്രമാണ് നമ്മളെ ആ ഒരു സത്യത്തിലേക്ക്, സാക്ഷാത്കാരത്തിലേക്ക് കൊണ്ടുപോകുന്ന ഏക ഘടകം ആസ്പിരേഷൻ. ശ്രീരാമകൃഷ്ണ ഭജനാമൃതത്തിൽ എത്രയോ തവണയാണ് ഈ വാക്കുകൾ ആവർത്തിക്കപ്പെടുന്നത്. വ്യാകുലതയോടുകൂടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. സമർപ്പണത്തെ എങ്ങനെ പ്രായോഗികമാക്കാം എന്നുള്ളതാണ് ഇവിടെ ശ്രീരാമകൃഷ്ണൻ പറയുന്നത്. അമ്മ ശ്രീ ശാരദാദേവി കണ്ടില്ലേ ഇതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത്? അമ്മ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും ഒന്നാണ് എന്ന് പറയുകയാണ് എങ്കിൽ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണ്? അന്യരുടെ കുറ്റങ്ങൾ കാണാതിരുന്നാൽ മതി. സിമ്പിൾ. വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട, ഒരു സാധനയാക്കി വെച്ചാൽ മതി. ശാരദാദേവി പറയുകയാണ്, നമ്മുടെ ജീവിതത്തിലെ സാധന അതായിരിക്കണം. നിർബന്ധമാണെങ്കിൽ സ്വന്തം കുറവുകൾ കണ്ടുപിടിച്ചോളുക. നിർബന്ധമാണെങ്കിൽ ലോകത്തെ മുഴുവൻ സ്വന്തമാക്കാൻ പഠിക്കൂ മക്കളെ എന്ന് പറഞ്ഞ പോലെ ശ്രീരാമകൃഷ്ണ പരമഹംസർ പ്രായോഗികമായിട്ട് ഇതിനെപ്പറ്റി പറയുകയാണ്. സമർപ്പണം എങ്ങനെ പ്രായോഗികമാക്കാം? വ്യാകുലതയെ വളർത്തിയെടുക്കുക. എനിക്കതില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല, ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല എന്നൊരവസ്ഥയിലേക്ക് ജീവിതം വരുമ്പോഴാണ് വ്യാകുലത ഉണ്ടായി എന്ന് പറയാൻ സാധിക്കുക. അത്തരത്തിൽ മുനിർ മോക്ഷപരായണ, ഇങ്ങനെയൊക്കെയുള്ള മോക്ഷപരായണര് ആയിത്തീരുക. കാമക്രോധ ഭയങ്ങളെ അതിജീവിക്കുക. അങ്ങനെയുള്ള ഒരാള് സദാ മുക്തയേവ, അവനെന്നും മുക്തനായിരിക്കും, നിത്യമുക്തനായിരിക്കും. അവൻ ഒട്ടാതെ ജീവിക്കാൻ സാധിക്കും, ഒട്ടലില്ലാതെ ജീവിക്കാൻ സാധിക്കും, മുക്തനാകാൻ സാധിക്കും. ഒട്ടലില്ലാതെ ജീവിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ശ്രീരാമകൃഷ്ണ വചനാമൃതത്തിലൊക്കെ ഇതിന് വളരെ ലളിതമാക്കി പറയുന്നുണ്ട്. വളരെ രസം. ശ്രീരാമകൃഷ്ണ വചനാമൃതം ഏതൊരാളും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. എന്താ പറയുന്നത് ശ്രീരാമകൃഷ്ണൻ പറയുന്നറിയോ? എങ്ങനെയാണ് ഈ ലോകത്തിൽ ജീവിക്കേണ്ടതെന്ന് ചിലർ പോയി ചോദിക്കുമ്പോൾ എന്താണെന്നറിയോ? വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായിട്ട് പറയുകയാണ്, പണക്കാരൻ്റെ വീട്ടിലെ വേലക്കാരിയെ പോലെ ജീവിക്കുക, വേറൊന്നും ചെയ്യണ്ട. പണക്കാരൻ്റെ വീട്ടിലെ വേലക്കാരി എങ്ങനെ ജീവിക്കുന്നത്? പണക്കാരൻ്റെ വീട്ടിലെ കുട്ടിയെ കൃഷ്ണ രാമ എന്നൊക്കെ ഓമനിച്ച് വിളിക്കുകയും കയ്യിലെടുത്ത് ഭക്ഷണം ഊട്ടുകയൊക്കെ ചെയ്യും. വേലക്കാരി പണക്കാരൻ്റെ വീട്ടിലെ കുട്ടിയെ അങ്ങനെയാണ് താലോലിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആ വേലക്കാരിക്ക് അറിയാം, ഈ കുട്ടി എൻ്റേതല്ല, എൻ്റെ ആരുമല്ല. എൻ്റെ കുട്ടി സുഖമായിട്ട് എവിടെ ഇരിപ്പുണ്ട്? വീട്ടിലിരിപ്പുണ്ട്, ഗ്രാമത്തിലുണ്ട്. ഇങ്ങനെ വേണം ഈ ലോകത്ത് ജീവിക്കാൻ. അല്ലെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങളിൽ പെടേണ്ടി വരും. അതാണ് വേറെടുത്ത് ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, എണ്ണ പുരട്ടി ചക്ക മുറിക്കുക. ഈ ജീവിതായോധനത്തിൽ എങ്ങനെയാണ് ഏർപ്പെടേണ്ടത്? വളരെ ബുദ്ധിപൂർവ്വം ഇടപെടണം ഈ ജീവിതത്തിൽ. അല്ലെങ്കിൽ ദുഃഖം മാത്രമേ ഈ ലോകം നമുക്ക് തന്നിട്ട് പോകുള്ളൂ. നമ്മൾ സ്വതന്ത്ര ചിന്തകരൊക്കെ ഉണ്ടല്ലോ, യുക്തിവാദികളൊക്കെ, അവരൊക്കെ ഘോരം പ്രസംഗിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളോട് അടുക്കുമ്പോഴുണ്ടല്ലോ
തളർന്നു പോകും, അർജുനനെ പോലായി പോകും. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരു തൃശ്ശൂരിലൊരു കോളേജ് പ്രൊഫസർ, അപ്പോൾ അദ്ദേഹം ഈ യുക്തിവാദികളുടെയൊക്കെ വഴിക്ക് പോയ ഒരു യുക്തിവാദം ഒരു കൃത്യമായ വഴിക്കാണെങ്കിലൊക്കെ, അതല്ലാതെ പോകുന്ന അവരുടെ അവസ്ഥ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ സമയം പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ വ്യാകുലതയെപ്പറ്റി പറയുമ്പോൾ എങ്ങനെയാണ് ഇതിനെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നൊരു കാര്യമാണ് എന്ത്? എണ്ണ പുരട്ടി ചക്ക മുറിക്കണം. ഭക്തിയാകുന്ന എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് വേണം, ആ ജീവിതത്തിൽ സമ്പാദിച്ചിട്ട് വേണം ഈ ചക്കയാകുന്ന ജീവിതായോധനത്തിൽ ഏർപ്പെടുവാൻ. ചക്ക മുറിക്കുക എന്ന് പറയുന്ന ആ ഒരു കർമ്മത്തിൽ ഏർപ്പെടാൻ. ഇല്ലെങ്കിൽ എന്ത് പറയും? കയ്യിലെല്ലാം അരക്ക് പറ്റും, കറ പറ്റും. അപ്പം ഈ ഒരു വ്യാകുലതയെപ്പറ്റി നമ്മൾ അവിടെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ജീവൻ മുക്ത സ്വരൂപത്തെയാണ് 27, 28 ശ്ലോകങ്ങളിലൂടെ വിശദീകരിക്കുന്നത്. ജീവൻ മുക്തൻ്റെ സ്വഭാവം, അതിൻ്റെ സ്വരൂപം എന്തായിരിക്കും? ഒരു ജീവൻ മുക്തൻ്റെ സ്വരൂപം എങ്ങനെയാവണം? ജ്ഞാനനിഷ്ഠയ്ക്കുള്ള ഉപായം എന്തായിരിക്കണം എന്നാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഒരിക്കൽ അങ്ങനെ തെളിയുന്ന വസ്തുസ്വരൂപം, വസ്തു അനുഭവം പിന്നെ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല. പരമസ്വാതന്ത്ര്യത്തിലേക്ക് ഒരു ജീവൻ ഉയരുന്നത് അപ്പോൾ മാത്രമാണ്. അതുവരെ നമ്മൾ അടിമത്തത്തിൽ കിടക്കേണ്ടി വരും. വിവേകാനന്ദ സ്വാമികളുടെ അടിമത്തത്തെ പറ്റി പറയും. അടിമത്തം എന്താണ് ഈ അടിമത്തം? ഇതാണ്, നമ്മളൊക്കെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും അടിമകളായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തെ എപ്പോഴാണ് നമുക്ക് നേടാൻ സാധിക്കുക? ഈ വസ്തു അനുഭവം, സ്വരൂപ അനുഭവം ഉണ്ടാവണം. ഇങ്ങനെ ജ്ഞാനം കൊണ്ടുള്ള കർമ്മസന്യാസമത്ര യഥാർത്ഥ സന്യാസം എന്ന് പറയുന്നത്. മുക്തി കാരണമായി യോഗക്രമത്തെ സൂചിപ്പിച്ച് ഈശ്വര തത്വജ്ഞാനമാകുന്ന മറ്റൊരു സാധനത്തെ കൂടി പറഞ്ഞുകൊണ്ട് ഈ അധ്യായം, 5-ാമത്തെ അധ്യായം ഇവിടെ ഉപസംഹരിക്കപ്പെടുകയാണ്. ഇങ്ങനെ വേണം ഇതിനെ നോക്കിക്കാണാൻ. നമ്മുടെ ജീവിതവുമാക്കി ചേർത്ത് വെച്ച് ഒരു പ്രായോഗികതയുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ഒരു ശൈലിയെയാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഞാൻ ഈ പറയുന്ന ഇപ്പം നമ്മൾ വിശദീകരിച്ച 27, 28 ശ്ലോകങ്ങൾ ഞാൻ പറഞ്ഞു ജീവൻ മുക്ത സ്വരൂപത്തെയാണ് വിശദമാക്കുന്നത്. ഒരു ജീവൻ മുക്തൻ്റെ സ്വരൂപം എങ്ങനെയായിരിക്കണം? ഈ സ്വാതന്ത്ര്യത്തിൽ നിന്നും അവരനുഭവിക്കുന്ന പരമമായ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്ന് നമ്മൾ എത്രയോ അകലെയാണ്. അവിടെയാണ് ഈ വീണ്ടും ഈ കാര്യങ്ങൾ മനനം ചെയ്യേണ്ടത്, ശാസ്ത്ര കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള, മനനം ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകത അവിടെയാണ്. വളരെ അകലെയാണ്. ശ്രമിച്ചാൽ ഈ കഴിവ് നിങ്ങൾക്കും വർദ്ധിപ്പിച്ചെടുക്കാവുന്നതാണ്. ക്രമത്തിൽ വർദ്ധിപ്പിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, ഏകാഗ്രത. വിദ്യാഭ്യാസം കൊണ്ട് നേടേണ്ട ഒറ്റ കാര്യം ഈ ഏകാഗ്രതയാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട്, ഏകാഗ്രതയെ വിശദീകരിച്ചുകൊണ്ട് വിവേകാനന്ദ സ്വാമികൾ പറയുന്നു, 2 മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്നത് ഏകാഗ്രതയിലുള്ള വ്യത്യാസമാണ്. മൃഗങ്ങളെയും മനുഷ്യരെയും തമ്മിൽ വേർതിരിക്കുന്നത് ഏകാഗ്രതയിലുള്ള വ്യത്യാസമാണ്. നമ്മുടെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കാൻ ഈ ഏകാഗ്രത വളർത്തിയെടുക്കുക. ഒറ്റ കാര്യം ചെയ്താൽ മതി. കുട്ടികളെ ശ്രേഷ്ഠതയിലേക്ക് മെനഞ്ഞെടുക്കുവാൻ ഒറ്റ കാര്യം ചെയ്താൽ, അവരുടെ ഏകാഗ്രത വളർത്തിയെടുക്കുന്ന പരിശീലനം അവർ ചെയ്താൽ മതി. അത്തരത്തിലുള്ള പരിശീലനം മാതാപിതാക്കൾ അവർക്ക് നൽകിയാൽ മതി. ഏകാഗ്രതയെ വർദ്ധിപ്പിച്ചാൽ ശ്രേഷ്ഠനായി മാറും. ഒരു സാധാരണ വ്യക്തിയും ഒരു വിവേകാനന്ദനും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഏകാഗ്രതയിലുള്ള വ്യത്യാസമാണ്. ഒരു മഹാത്മാവും ഒരു സാധാരണ വ്യക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏകാഗ്രതയിലുള്ള വ്യത്യാസമാണ്. ആ ഏകാഗ്രതയെ എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള ഒരു വലിയ മാർഗദർശനമാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. അത് സ്വല്പമെങ്കിലും ജീവിതത്തിൽ അനുഷ്ഠിക്കാനാണ് കൃഷ്ണൻ നമ്മളോട് ആവശ്യപ്പെടുന്നത്. സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്.
ഇതിനപ്പുറം എന്താണ് കൃഷ്ണൻ പറയേണ്ടത്? ഇത് സ്വല്പമെങ്കിലും ജീവിതത്തിൽ അനുഷ്ഠിച്ച് വലുതായ ഭയത്തിൽ നിന്നും രക്ഷ നേടാനാണ് പറയുന്നത്. ഈ അന്ധകാരത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാനുള്ള ഒരു വഴി പറയുന്നു. സ്വല്പമപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹദൂഭയാത്. ധ്യാനം എന്ന് പറയുന്ന സങ്കീർണമായൊരു കാര്യത്തെയാണ് ഇവിടെ വിശദീകരിച്ചു വെച്ചത്. ആ ധ്യാനം സങ്കീർണമാണ് എന്ന് കൃഷ്ണൻ പറയുമ്പോൾ തന്നെ ശ്രീകൃഷ്ണ പരമാത്മാവ് അതിനുള്ള മാർഗവും ഇത്തരത്തിൽ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഈ ഭഗവത്ഗീതയെ അമൂല്യമായ ഒരു ഗ്രന്ഥമായിട്ട് നമ്മൾ കരുതി വരുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു പേരിൽ, അത്തരത്തിൽ അമൂല്യമായ ഒരു ഗ്രന്ഥം എന്ന പേരിന് ഭഗവത്ഗീത അത്തരത്തിൽ എന്തുകൊണ്ട് പരാമർശിക്കപ്പെടുന്നു എന്ന് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കെ എം മുൻഷി എന്ന് പറയുന്ന ചിന്തകൻ, അദ്ദേഹമാണ് ഈ ഭാരതീയ വിദ്യാഭവനൊക്കെ തുടക്കമിട്ടത്. അദ്ദേഹം പറയുകയാണ്, 2 ഗ്രന്ഥങ്ങൾ മാത്രമേ ഒറിജിനൽ ഗ്രന്ഥങ്ങളായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അദ്ദേഹം വളരെയധികം വായിക്കുകയും ഒരു ചിന്തകൻ എന്ന നിലയിൽ ലോകം മുഴുവൻ അറിയപ്പെടുകയും ചെയ്തിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറയുന്നു, ഭഗവത്ഗീതയും ശ്രീരാമകൃഷ്ണ വചനാമൃതവുമാണ് 2 പുസ്തകങ്ങൾ. ദ ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണയും ശ്രീമദ് ഭഗവത്ഗീതയുമാണ് ആ പുസ്തകങ്ങളെ ഒറിജിനൽ ടെക്സ്റ്റുകൾ. അതിനെന്താണ് കാരണം? അതിൻ്റെ മാനദണ്ഡം എന്താണ് വെക്കുന്നത്? ഈ 2 പുസ്തകങ്ങൾ ഏതെങ്കിലും ഒരു പേജ് വായിച്ചാൽ നിങ്ങളുടെ ജീവിതം പരിവർത്തനപ്പെടും. ഒരു ശ്ലോകം വായിച്ചാൽ മതി, നിങ്ങളുടെ ജീവിതം എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിലേക്ക് പരിവർത്തനപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്നത്, ഇവിടെ വിശദീകരിച്ച ഈ ധ്യാനം, അത് നമ്മളെ ആന്തരിക സത്തയിലേക്ക് നയിച്ച് ബാഹ്യജീവിതത്തിന് തരാൻ കഴിയാത്ത പരമമായൊരു മൂല്യത്തെ ജീവിതത്തിൽ നൽകുന്നു. ബാഹ്യജീവിതത്തിന് ഒരു രീതിയിലും തരാൻ കഴിയാത്ത പരമമായൊരു മൂല്യത്തെയാണ് ഈ ധ്യാനം, ഈ ജ്ഞാനനിഷ്ഠ നമുക്ക് കൈവരുത്തുന്നത്. അപ്പം ആന്തരിക സത്തയിലേക്കാണ് ഈ ധ്യാനം, ഈ ജ്ഞാനനിഷ്ഠ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്നത്. ബാഹ്യജീവിതത്തിന് ഒരിക്കലും ഈ ശാന്തി നമുക്ക് നൽകാൻ സാധിക്കില്ല. ഈ പരമമായ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരുവാൻ ഈ ആത്മനിഷ്ഠനാകേണ്ടിയിരിക്കുന്നു. അതാണ് തരതി ശോകം ആത്മവിത്ത്. ഒരാത്മവിത്തിന് മാത്രമേ ശോകങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. തത്ര കോമോഹക്ക ശോക ഏകത്വം അനുപശ്യത. പരമമായ ആ സ്വാതന്ത്ര്യത്തെ പറ്റിയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിലൊരു ആദർശമാണ്, ജീവിതത്തിൻ്റെ ആദർശമായിട്ട് വെക്കേണ്ടത് ഈ പരമമായ സ്വാതന്ത്ര്യമാണ്. എല്ലാ അടിമത്തത്തിൽ നിന്നുള്ള മോചനം. വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്, എല്ലാ അടിമത്തത്തിൽ നിന്നും നമ്മൾ മോചിപ്പിക്കപ്പെടണം എന്ന്. ഇവിടെ നമ്മുടെ തൃശ്ശൂരിൽ ആശ്രമത്തിൽ നല്ലൊരു ബുക്ക് സ്റ്റാളുണ്ട്. അവിടെ വിവേകാനന്ദ സ്വാമിയുടെ ഒരു പുസ്തകം അവിടെ ഇരിപ്പുണ്ട്, എൻ്റെ സമരപരിപാടി. അവിടെ ആ പുസ്തകം വാങ്ങാൻ വേണ്ടി വന്ന ഒരു അമ്മ, ആ അമ്മയ്ക്ക് എന്തോ ഭാഗവതം എന്താണ് വാങ്ങേണ്ടത്. ആ അമ്മ ഈ പുസ്തകം കണ്ടു. ഈ പുസ്തകം കണ്ടിട്ട് പറഞ്ഞു, ഈ വയസ്സാം കാലത്ത് ഞാൻ ആരോട് സമരം ചെയ്യാനാണ് സ്വാമി, ആരോട് സമരം ചെയ്യാൻ. അപ്പം ഈ വിവേകാനന്ദ സ്വാമികളൊക്കെ പറയുന്ന വാക്കുകൾ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാനെങ്കിലും വിവേകാനന്ദ സ്വാമികളുടെ പുസ്തകം വായിക്കണം എന്ന് ഞാൻ കുട്ടികളോട് പറയാറുണ്ട്. അപ്പം ഈ സമരപരിപാടി എന്ന് പറയുമ്പോൾ എന്താണെന്ന് നമ്മൾ വിവേകാനന്ദ സ്വാമി പറയുന്ന ഈ സ്വാതന്ത്ര്യം എല്ലാ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ ഈ ഒരു തലത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പരമമായ സ്വാതന്ത്ര്യം നമ്മുടെ ജീവനുണ്ടാകുന്നു. ഫ്രീഡം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ അരവിന്ദ ഘോഷൊക്കെ ഇതിനെ വിശദീകരിക്കുന്നത്. യോഗികൾ തേടുന്നത്, ജ്ഞാനികൾ തേടുന്നത് ഇത്തരം മാനസിക ശിക്ഷണമാണ്. അവർ നേടിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള മാനസിക ശിക്ഷണം. ഈ മാനസിക ശിക്ഷണമാണ് ചെറിയ രീതിയിലെങ്കിലും നമ്മൾ പരിശീലിക്കേണ്ടതെന്നാണ് കൃഷ്ണൻ പറഞ്ഞു തരുന്നത്. അത്തരത്തിലുള്ളൊരു ജീവിതം മാത്രമേ നമ്മളെ സ്വതന്ത്രമാക്കുകയുള്ളൂ. സദാമുക്ത ഏവസഹ. അങ്ങനെ ഒരാൾ മാത്രമേ മുക്തനാക്കപ്പെടുന്നുള്ളൂ. അങ്ങനെ ഒരാൾ നിത്യമുക്തിയിലാണ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്
ഇതൊരു ആദർശ ലോകമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ആദർശം അതായിരിക്കണം. ആ ആദർശത്തിലേക്ക് വളരാൻ എല്ലാവർക്കും സാധ്യമാവട്ടെ. അതിനുള്ളൊരു ഉപായമായിട്ട് ഈ 2 ശ്ലോകങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു വഴിവിളക്കായി വെച്ചുകൊണ്ട് നമ്മുടെ ഏകാഗ്രതയെ വർദ്ധിപ്പിക്കുവാനും ഒക്കെ കഴിയുമാറാവട്ടെ എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇങ്ങനൊരു അവസരം ഇവിടെ ഒരുക്കി തന്ന ഈ അദ്വൈതാശ്രമത്തിൻ്റെ സംഘാടകരോടും ചിദാനന്ദപുരി സ്വാമികളോടുമുള്ള കൃതജ്ഞത ഞാൻ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൃതജ്ഞത അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.